എനിക്കൊരു ആഗ്രഹം തീർക്കാൻ ഒരു കോമൺ മാൻ ആസ് എ കോമൺ മാൻക്ക് ഫ്ലൈറ്റ് ചാർട്ട് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ ലീസ്റ്റ് എക്സ്പെൻസീവ് ഓപ്ഷൻ ഏതാണ്? എങ്ങോട്ട് പോകാൻ പറ്റും? ഹാലോസിനെ വിളിക്കാൻ പറ്റുമോ? എത്ര രൂപയ്ക്ക് പോകാൻ പറ്റും? നിങ്ങൾക്കൊരു 6 ലക്ഷം രൂപയെങ്കിലും വേണ്ടി വരും ബാംഗ്ലൂരിൽ നിന്ന് കൊച്ചിയിൽ നിന്ന് ബാംഗ്ലൂർക്ക് പോകാൻ വേണ്ടിയിട്ട്. വിജയ് ആയിക്കോട്ടെ അല്ലെങ്കിൽ സിംബു ആയിക്കോട്ടെ, ഇവരെല്ലാവരും തന്നെ ജെറ്റിലാണ് പോകുന്നത്. സ്വന്തം ജെറ്റ്സ് ആണോ അതോ? അല്ലല്ല, നമ്മുടെ മാതിരി ചാർട്ട് ചെയ്യുന്നതാണ്. ഒരു സെലിബ്രിറ്റിക്കും തന്നെ സൗത്ത് ഇന്ത്യയിൽ ജെറ്റ് ഇല്ല. ഓക്കെ, നമ്മൾ പലപ്പോഴും സോഷ്യൽ മീഡിയയിലൊക്കെ എന്തായിരിക്കും ഉണ്ടെന്നൊക്കെ പറയുന്നത് ശരിയൊന്നുമല്ല. ഞാൻ സഞ്ജു സാംസൺ ഹാലോയുടെ ചാർട്ടർ ഫ്ലൈറ്റിൽ ഇരിക്കുന്ന ഫോട്ടോ ഉണ്ട്. സഞ്ജുവിന് എന്തോ ഈ പറഞ്ഞ മാതിരി ഒരു ടൈറ്റ് ഷെഡ്യൂളിന്റെ ഇടയ്ക്ക് 1-2 ദിവസം ഇവിടെ വരണം. IPL ടൈമിലാണ്. ഇതിന് ഈ പൈലറ്റിനെ വരുത്തി ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു ഫൈൻ ഇട്ടു 500 രൂപ. അതായത് നമ്മളുടെ റോഡിലൊക്കെ എങ്ങനെയാണോ ഈ ശരിക്കും നന്നായിട്ടല്ലാതെ ഡ്രൈവ് ചെയ്യുമ്പോൾ കിട്ടുന്നൊരു പണിഷ്മെന്റ് ഉണ്ടല്ലോ, അങ്ങനെ അത് ഇന്ത്യൻ ഈ ഏവിയേഷന്റെ ചരിത്രത്തിൽ ആദ്യത്തെ ഒരു ഫൈനായിരിക്കും ഇങ്ങനെ. അതെ, ഇത് എന്ത് ഫ്ലൈറ്റ് ശരിക്കും, എന്ത് എയർപ്ലെയിൻ ആണ്? പലതുണ്ട് ശരിക്കും. ലക്ഷറിയുടെ കാര്യത്തിൽ നോക്കിയാൽ ഗൾഫ് സ്ട്രീം വളരെ ലക്ഷറി ആയിട്ടുള്ള എയർക്രാഫ്റ്റാണ്. എനിക്ക് തോന്നുന്നു രവിപിള്ള സാറിനും നമ്മളുടെ യൂസഫ് സാറിനും ഒക്കെ ഈ ഗൾഫ് സ്ട്രീം ഉണ്ട്. ഓക്കെ, ആവശ്യത്തിനനുസരിച്ച് ആളുകളെ എയറിലൂടെ ഡെസ്റ്റിനേഷൻസിലേക്ക് എത്തിക്കുന്ന ഒരു ബ്രാൻഡിനെ കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ഹാലോ എയർവേസ്, ഫൗണ്ടർ ഓഫ് ഹാലോ എയർവേസ് ആണ് ഇന്നത്തെ ബി ടോക്കിലിരിക്കുന്നത്. വെൽക്കം ടു ബി ടോക്ക് സർ. താങ്ക് യു. ഹാലോ എയർവേസ് എന്ന് പറയുമ്പം ചാർട്ടേഡ് ഫ്ലൈറ്റ്സും ഹെലികോപ്റ്റേഴ്സിലൂടെ നമ്മൾ വിചാരിച്ച സ്ഥലത്തേക്ക് എത്തിക്കുന്ന ഒരു ബ്രാൻഡാണ് അല്ലേ? തീർച്ചയായിട്ടും. ഹാലോ എന്നാണ് പറയാ, എന്താ ഈ പേരെങ്ങനെ വന്നത്? ഹേലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സ്റ്റാറാണ്. ഓക്കെ, അതൊരു ഓറയാണ്. ഒരുപാട് മീനിങ് ഉണ്ട്. അപ്പോൾ എൻ്റെ വൈഫ് ഒരു ഡയറക്ടർ കൂടിയാണ് ഇതിൻ്റെ. ഓക്കെ, ഷി വാസ് സജസ്റ്റിംഗ് ദിസ് നെയിം ഹേലോ. അപ്പോൾ എത്ര ഫ്ലൈറ്റ്സ് ഉണ്ട് ഹേലോ എയർവേസിന്? ചാർട്ടേഡ് ഫ്ലൈറ്റ് എന്ന് പറയുമ്പോൾ ഒരു ഭയങ്കര ഫാൻസി ടേമാണ്. ഹേലോ എയർവേസ് ഇപ്പോൾ 2 ജെറ്റാണ് സർവീസിന് കൊടുക്കുന്നത്. ഒന്ന് BTSSF പറഞ്ഞിട്ട് നമ്മളുടെ ബാംഗ്ലൂരിൽ നിന്നും, കുറേയോടെ വലിയൊരു ലക്ഷറി എയർക്രാഫ്റ്റ് ഡൽഹിയിൽ നിന്നും ഈ ഇടയ്ക്ക് പൊസിഷൻ ചെയ്തിട്ടുണ്ട്. ഹോക്കർ 800 XP ആണ്. ഇറ്റ് ക്യാൻ ടേക്ക് 8 പാസഞ്ചേഴ്സ്. പിന്നെ ക്യാബിൻ ക്രൂ ഉണ്ടാവും. അതുമാതിരി തന്നെ 2 പൈലറ്റ്. വളരെ കുറച്ച് കമ്പനികളെ ഇത് ചെയ്യുന്നുള്ളൂ. അതെല്ലാം വെൽ കണക്റ്റഡ് ആയിരിക്കും. സംടൈംസ് ദേ ആർ ടേക്കിംഗ് മൈ എയർക്രാഫ്റ്റ് ആൻഡ് സംടൈംസ് നമ്മൾ അവരോട് ചോദിക്കുന്നുണ്ട്. അങ്ങനെയാണ് അസോസിയേഷൻ. അങ്ങോട്ടും ഇങ്ങോട്ടും ഹെലികോപ്റ്റേഴ്സും ഫ്ലൈറ്റ്സും എടുക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കാറുണ്ട്. ഓക്കെ, ഫ്ലൈറ്റ്സ് എന്ന് പറഞ്ഞത് നമ്മൾ ഇടയ്ക്ക് എയർപോർട്ടിൽ കൂടെ പാസ് ചെയ്ത് പോകുമ്പോൾ അവിടെ കിടക്കുന്ന കാണാം. ചാർട്ടേഡ് ഫ്ലൈറ്റ് ഭയങ്കര രസമാണ് ഇത് കാണാൻ. ഇത് എന്ത് ഫ്ലൈറ്റാണ് ശരിക്കും, എന്ത് എയർപ്ലെയിൻ ആണ്? പലതുണ്ട് ശരിക്കും. ലക്ഷറിയുടെ കാര്യത്തിൽ നോക്കിയാൽ ഗൾഫ് സ്ട്രീം വളരെ ലക്ഷറി ആയിട്ടുള്ള എയർക്രാഫ്റ്റാണ്. എനിക്ക് തോന്നുന്നു രവിപിള്ള സാറിനും നമ്മളുടെ യൂസഫ് സാറിനും ഒക്കെ ഈ ഗൾഫ് സ്ട്രീം ഉണ്ട്. ഓക്കെ, കാഡില ഫാർമസ്യൂട്ടിക്കൽസിനുണ്ട്. അവർക്ക് ഒരു ഡിവിഷനിൽ ഗൾഫ് സ്ട്രീം ഉണ്ട്. സെയിം ടൈം ഫാൽക്കൺ എന്ന് പറഞ്ഞിട്ടുള്ള എയർക്രാഫ്റ്റുകളും നല്ലതാണ്. ഇതുമാതിരി ലക്ഷറിയാണ്. അത് തന്നെ പല ടൈപ്പ് എയർക്രാഫ്റ്റ്സ് ഉണ്ടാവും. ഇപ്പോൾ ഫാൽക്കണിൻ്റെ തന്നെ 2000 ഉണ്ടാവും, അല്ലെങ്കിൽ 7X ഉണ്ടാവും, 8X ഉണ്ടാവും, 10X ഉണ്ടാവും. 3 എഞ്ചിനുള്ള എയർക്രാഫ്റ്റുകളുണ്ടാവും. ലോങ് ഡിസ്റ്റൻസ് ഫ്ലൈ ചെയ്യാൻ പറ്റുന്നതുണ്ടാവും. ഇതൊരു വെറൈറ്റിയാണ്, വളരെ വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു എയർക്രാഫ്റ്റ് ഇതാണ്. ജെറ്റ് പ്ലെയിൻസ് ആണോ കൂടുതലുണ്ടാവുക? അതെ, ജെറ്റ് എഞ്ചിനുകളായിരിക്കും ഇതിൽ യൂസ് ചെയ്യുന്നത്. ജെറ്റ് പ്ലെയിൻ ആണ്. പിന്നെ അതിനേക്കാൾ കുറഞ്ഞ ഷോർട്ട് ഡിസ്റ്റൻസ് ഫ്ലൈ ചെയ്യാനും ചെറിയ റൺവേയിലൊക്കെ ലാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ടർബോ പ്രൊപ്പല്ലേഴ്സ് ഉണ്ട്. ഇപ്പോൾ B200, പിന്നെ അതുമാതിരി തന്നെ C90 എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഇത് വെൻ വി കമ്പയർ വിത്ത് ജെറ്റ്, ഈ പ്രൊപ്പല്ലർ ടൈപ്പ് അത്ര ബെറ്റർ ആണല്ലെന്ന് തോന്നുന്നു. കാര്യം എന്താണെന്ന് വെച്ചാൽ എക്സ്പെഷ്യലി ദിസ് വെതർ അവർക്ക് താണ് പറക്കാനേ പറ്റുള്ളൂ. സൗണ്ട് കൂടുതലാണ്, സ്പീഡ് കുറവാണ്. അപ്പോൾ ശരിക്കും കസ്റ്റമറിന് ജെറ്റിൻ്റെ അത്ര ഒരു കംഫർട്ട് ഇതിൽ കൊടുക്കാൻ പറ്റില്ല. പിന്നെ അത് തന്നെയല്ല, ചിലർ പറയും ഭയങ്കര പേടിപ്പെടുത്തുന്ന സൗണ്ടാണ്, അങ്ങനെയൊക്കെ വരാറുണ്ട്. ഫ്ലൈറ്റ് ചാർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു ഫാൻസി ടേമാണ് ഞാൻ പറഞ്ഞു. ഫ്ലൈറ്റ് ചാർട്ടിങ് നടക്കുന്നുണ്ടോ? എത്രത്തോളം നടക്കുന്നുണ്ട്? അതാണ് വെൻ വി കമ്പയർ വിത്ത് അതർ മാർക്കറ്റ്, കേരളത്തിൽ വളരെ കുറവാണ് ഇപ്പോഴും. അതായത് എല്ലാവരും വിചാരിക്കുന്നത് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എക്സ്പെൻസീവ് ആണ് അല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇപ്പോൾ നിങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് ഒരു 6 പേര് ഇങ്ങോട്ടേക്ക് വരുന്നു.
അതേ ഒരു ടീം തന്നെ 6 പേര് തിരിച്ചു പോകുന്നു. അങ്ങനെ നോക്കി ഒരു ബിസിനസ് ക്ലാസിന്റെ റേറ്റ് ഒക്കെ പറഞ്ഞുള്ളൂ. 6 പേർക്ക് ഒരുമിച്ച് പോകാൻ. അങ്ങനെ വരുമ്പോൾ അതായത് നമ്മൾ ചാർട്ടർ ചെയ്യുന്നത് അത് ഒരാളായിക്കോട്ടെ, 6 പേരായിക്കോട്ടെ, അല്ലെങ്കിൽ 8 സീറ്റുള്ള ഒരു എയർക്രാഫ്റ്റ് ആണെങ്കിൽ 8 സീറ്റ് ആയിക്കോട്ടെ, എല്ലാം ചാർജ് ചെയ്യുന്ന ഒരേ റേറ്റാണ്. ഇവിടെ ടൈമാണ് റാഫി ശരിക്കും സേവ് ചെയ്യണത്. മാത്രമല്ല ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈവസിക്കും ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പോൾ റാഫി കാണാറില്ലേ, നമ്മുടെ എയർപോർട്ടുകൾ ഭയങ്കര ക്രൗഡഡാണ്, ഒരുപാട് ക്രൗഡഡാണ്. അപ്പോൾ ഈ ക്രൗഡഡ് ആയിട്ടുള്ള ഒരു എയർപോർട്ടിൽ കൂടെ ഒരു VIP ഒരു സെലിബ്രിറ്റി പോകുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ എല്ലാവരുടെ കയ്യിലും ഒരു മൊബൈലുണ്ട്, ഒരു ക്യാമറയുണ്ട്. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ നിങ്ങൾ ഈവനിങ് ഫ്ലൈറ്റുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. എല്ലാ ഈവനിങ് ഫ്ലൈറ്റ്സും ഡിലേ ആവാറുണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ ചിലപ്പോൾ രാവിലെ ബാംഗ്ലൂരിൽ നിന്ന് തുടങ്ങുന്നു, കൊച്ചിയിൽ വരുന്നു, കൊച്ചിയിൽ നിന്ന് അഹമ്മദാബാദ് പോകുന്നു, ജയ്പൂർ പോകുന്നു, ദെൻ ഡൽഹിയിൽ പോകുന്നു, ഷംസാബാദിൽ വരുന്നു, ഹൈദരാബാദിൽ വരുന്നു, തിരിച്ചു വരുന്നു. ഇവിടെ എവിടെയെങ്കിലും ഒരു വെതർ ഇഷ്യൂ, ഒരു എയർപോർട്ടിൽ ഒരു ചെറിയ ഒരു ഇതുണ്ടെങ്കിൽ ഒരു എന്താ ഇഫ് ദർ ഇസ് എനി ടെക്നിക്കൽ ഓർ ക്ലൈമാറ്റിക്കൽ ഇഷ്യൂ ഉണ്ടെന്ന് വിചാരിക്കും, അപ്പോൾ ഈ ഫ്ലൈറ്റുകളൊക്കെ ഡിലേ ആവും. കാരണം ഇപ്പോൾ നമ്മൾ രാവിലെ ഒരു ബസ് കയറി അല്ലെങ്കിൽ ബസ് പല പല ട്രിപ്പുകൾ നടത്തി കഴിഞ്ഞാൽ അതത്ര ടൈം കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല. മീൻസ് കറക്റ്റ് ടൈം കീപ്പ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. അത് അവരുടെ കുഴപ്പമല്ല. ഇങ്ങനെ ഇത് പല പാരാമീറ്റേഴ്സും ഉണ്ട് അതിൽ. അത് അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പോൾ ഇവർക്ക് ഒന്ന് പ്രൈവസി, 2 ടൈം. ഇവിടെ തിരിച്ച് നമ്മളുടെ ഒരു ജെറ്റാണെന്ന് വിചാരിക്കും. ഇപ്പോൾ ഒരാൾക്ക് ഒരു സെലിബ്രിറ്റിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ബാംഗ്ലൂർ പോകണം, നമ്മൾ അല്ലെങ്കിൽ ഒരു മുംബൈയിൽ പോകണം. നമ്മളുടെ എയർക്രാഫ്റ്റ് അവർക്ക് വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുകയാണ്. അവർ എയർപോർട്ടിൽ വന്നാൽ മതി. പിന്നെ നമ്മൾ ബാഗേജ് എടുക്കുന്നു, നമ്മളുടെ ടീമുണ്ട്, ഇവർ ഇത് ചെയ്യുന്നു. പാരലി ഓപ്പറേഷൻസ് ടീം ഇതിൻ്റെ ഫ്ലൈറ്റ് പ്ലാൻ ഫയൽ ചെയ്ത് വെച്ചിട്ടുണ്ടാവും, എയർക്രാഫ്റ്റ് റീഫ്യൂൽ ചെയ്ത് വെച്ചിട്ടുണ്ടാവും, പൈലറ്റ്സ് റെഡിയാണ്. ഒരു പൈലറ്റ് ഫസ്റ്റ് ഓഫീസർ എയർക്രാഫ്റ്റിൻ്റെ ഉള്ളിലുണ്ടാവും, മറ്റേ ആൾ വെൽക്കം ചെയ്യുന്നു. ദെൻ ദേ ആർ കോർഡിനേറ്റിംഗ് വിത്ത് ATC ഇമ്മീഡിയറ്റ്ലി. വിതിൻ 5 or 10 minutes നമ്മൾ നേരെ റൺവേയിൽ എത്തിയിട്ടുണ്ടാവും, ടേക്ക് ഓഫ് ആയിട്ടുണ്ടാവും. സൂപ്പർ. അപ്പോൾ ഇങ്ങനെ ഒരാൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ എക്സ്പെൻസീവ് ആണോ? അല്ലെങ്കിൽ എത്ര എക്സ്പെൻസീവ് വരും? അതാണ് മാറി. അതായത് എക്സ്പെൻസീവ് വെൻ വി കമ്പയർ വിത്ത് ഷെഡ്യൂൾ ഫ്ലൈറ്റ്, ഇത് എക്സ്പെൻസീവ് ആണ്. പക്ഷെ നിങ്ങളുടെ സമയവും പ്രൈവസിയും നോക്കുമ്പോൾ ഇതൊട്ടും എക്സ്പെൻസീവ് അല്ല. കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ തമിഴ്നാട്ടിലെ ഒരു നടനെ എടുക്കുക, വേണമെങ്കിൽ വിജയ് ആയിക്കോട്ടെ അല്ലെങ്കിൽ സിംബു ആയിക്കോട്ടെ, ഇവരെല്ലാവരും തന്നെ ജെറ്റിലാണ് പോകുന്നത്. സ്വന്തം ജെറ്റ്സ് ആണോ അതോ? അല്ലല്ല, നമ്മളെ മാതിരി ചാർട്ട് ചെയ്യുന്നതാണ്. ഒരു സെലിബ്രിറ്റിക്കും തന്നെ സൗത്ത് ഇന്ത്യയിൽ ജെറ്റില്ല. നമ്മൾ പലപ്പോഴും സോഷ്യൽ മീഡിയയിലൊക്കെ എന്തായിരിക്കും ഉണ്ടെന്നൊക്കെ പറയുന്നത് ശരിയൊന്നുമല്ല. അവർ നമ്മളെ മാതിരി ആരെങ്കിലും ഹയർ ചെയ്ത് വരണ എയർക്രാഫ്റ്റുകളായിരിക്കും. അപ്പോൾ ഇവരെന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഇപ്പം ഇന്ന് ബെല്ലാരിയിലാണ് ഷൂട്ടിങ്ങിൽ, രാവിലെ വിജയ് ഇറങ്ങണം, ബാംഗ്ലൂർ വരണം, ഒരു ഫ്ലൈറ്റിൽ വന്നിട്ട് ബെല്ലാരി വരെ ചിലപ്പോൾ ഫ്ലൈറ്റ് ഉണ്ടാവില്ല, റോഡിലൂടെ പോകണം. ഏകദേശം അതൊരു വൈകിട്ട് വരെയുള്ള ഒരു കാര്യമാണ്. നെക്സ്റ്റ് ഡേ അയാൾ എന്ത് ചെയ്യും, ഷൂട്ട് ചെയ്യും. അടുത്ത ദിവസം വീണ്ടും അയാൾ ടൈം സ്പെൻഡ് ചെയ്ത് ഇങ്ങനെ പോവുകയാണ്. അതിനിടയ്ക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ടയേർഡ് ആവുന്നുണ്ട്, പലരും ഡീൽ ചെയ്യേണ്ടതുണ്ട്, അങ്ങനെ പല പല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ചെന്നൈയിൽ ജെറ്റ് പൊസിഷൻ ചെയ്യുകയാണ്. രാവിലെ 7 മണിക്ക് വിജയ് എയർപോർട്ടിലേക്ക് എത്തുന്നു. 7:15 ആകുമ്പോഴേക്കും നമ്മൾ എയർബോണായി. ശരിക്കും 8:10 ആകുമ്പോഴേക്കും നമ്മൾ ബെല്ലാരി ലാൻഡ് ചെയ്തു. ഇനിയിപ്പോൾ അയാളുടെ ഷൂട്ടിംഗ് സൈറ്റിൽ 9 മണിക്ക് മുമ്പ് പ്രസൻ്റാണ്, തിരിച്ചിങ്ങോട്ടേക്ക്. അപ്പോൾ അയാളുടെ 2 ദിവസം അവിടെ സേവ് ചെയ്തു. നോട്ട് ഓൺലി അറ്റ് ടൈം, ശരിക്കും ഇത് കുറച്ചുകൂടെ നമ്മൾക്ക് എനർജി തരണ കാര്യമാണ്. ടൈമും എഫേർട്ടും എനർജിയും സേവ് ചെയ്യും. പ്രൈവസി ഫ്ലൈറ്റ് ചാർട്ട് ചെയ്താൽ പ്രൈവസി നമുക്ക് എവിടെ വേണേലും ലാൻഡ് ചെയ്യാൻ പറ്റുമോ? ചാർട്ടർ ഫ്ലൈറ്റിന് ചാർട്ടർ ഇല്ല. ബെല്ലാരിയിൽ എങ്ങനെ പോയില്ല? ബെല്ലാരിയിലെ ഒരു എയർപോർട്ടുണ്ട്, എയർപോർട്ടുകൾ ഉള്ളിടത്ത്. പക്ഷേ നിങ്ങൾക്കറിയൂ, എയർപോർട്ടുകൾ കൂടിയാണ് വരണത്. അതായത് ഇനിയിപ്പോൾ അടുത്ത ഒരു കുറച്ച് സമയം കണ്ട് ഇപ്പോൾ ഉള്ള എയർപോർട്ടുകളുടെ ഡബിൾ ആകുമെന്ന് പറയണേ നമ്പേഴ്സ്. അതുമാതിരി നമ്മളുടെ ഏവിയേഷൻ ഇൻഡസ്ട്രി ഡ്രാസ്റ്റിക്കലി ഗ്രോ ചെയ്യുകയാണല്ലോ. ചാർട്ടർ ഫ്ലൈറ്റിന് സാധാ ഫ്ലൈറ്റിന്റെ അത്രയും സ്ഥലം വേണ്ടെന്ന് തോന്നുന്നില്ല ലാൻഡ് ചെയ്യാൻ. അത് വേണ്ടി വരും. കാരണം റൺവേ ലെങ്ത് അതും ഡിപ്പെൻസ് ദ മെഷീൻ. ഇപ്പോൾ തൂത്തുക്കുടിയിലെ എയർപോർട്ടിൽ നമ്മളുടെ ഫ്ലൈറ്റിന് ലാൻഡ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അത് 4500 feet റൺവേ ഉള്ളൂ. പക്ഷെ ചില എയർക്രാഫ്റ്റുകൾ ലാൻഡ് ചെയ്യും, ചിലപ്പോൾ ഇതിനേക്കാൾ വലിയ എയർക്രാഫ്റ്റിന് ലാൻഡ് ചെയ്യും. പിന്നെ ദാറ്റ് ഡിപ്പെൻസ് ദ ക്യാപ്റ്റൻ ഓൾസോ. ഇഫ് ക്യാപ്റ്റൻ ഈസ് കേപ്പബിൾ, ചിലപ്പോൾ കുറച്ച് ലാൻഡ് ചെയ്തിട്ടുണ്ടാവും. ഞാൻ സഞ്ജു സാംസൺ ഹാലോയുടെ ചാർട്ടർ ഫ്ലൈറ്റിൽ ഇരിക്കുന്ന ഫോട്ടോ ഉണ്ട്. സഞ്ജു എൻ്റെ വളരെ നല്ലൊരു ക്ലോസ് ഫ്രണ്ടാണ്. സഞ്ജു
സഞ്ജുവിന് എന്തോ ഈ പറഞ്ഞ മാതിരി ഒരു ടൈറ്റ് ഷെഡ്യൂളിൻ്റെ ഇടയ്ക്ക് 1-2 ദിവസം ഇവിടെ വരണം. IPL ടൈമിലാണ്. അപ്പോൾ സഞ്ജു ഹൈദരാബാദിൽ വെച്ചിട്ട് ഒരു ചാർട്ടർ ഇത് ചെയ്യുന്നു. ഞാനപ്പോൾ സഞ്ജുവിനെ അവിടെ പോയിട്ട് എയർക്രാഫ്റ്റ് കൊടുക്കുന്നു. സഞ്ജു ഭയങ്കര ഹാപ്പിയാണ്. ആൻഡ് ഹൈദരാബാദിൽ നിന്ന് 1.5 മണിക്കൂറിൽ സഞ്ജുവിൻ്റെ വീട്ടിലെത്തുവാണ്. ട്രിവാൻഡ്രത്തെത്തി. ഞാൻ ഒരു ഫ്ലൈറ്റ് ചാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് എത്ര എക്സ്പെൻസീവ് ആണ് കമ്പയർ ചെയ്യുമ്പോൾ? ദാറ്റ് ഡിപ്പെൻസ്. അത് ഡിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കും, എയർക്രാഫ്റ്റിനെ നിൽക്കും. നമുക്കിപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് കൊച്ചി വരണം, ഒരു സാധാരണ ഒരു ഫ്ലൈറ്റ് മതിയെന്ന് വിചാരിക്കും. അത് യഥാർത്ഥത്തിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എത്ര ഫ്ലൈയിങ് അവേഴ്സ്. ഓക്കെ, നമ്മളിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും 1 hour. എൻ്റെ ഫ്ലൈറ്റിൻ്റെ ചെറിയ ഫ്ലൈറ്റിൻ്റെ കോസ്റ്റ് 2,80,000 rupees-ആണ് 1 hour. അതെ, ഫ്ലൈയിങ് ചാർജ് 1 hour കൊച്ചിയിൽ വരുന്നു, 1 hour തിരിച്ചു പോകുന്നു. അത് 5,60,000 rupees ആണ് അതിൻ്റെ കോസ്റ്റ് വരുന്നത്. പ്ലസ് GST വരും. GST യു വിൽ ഗെറ്റ് ഇൻപുട്ട്. ആൻഡ് നോട്ട് ഓൺലി എയർപോർട്ടുകളിലെ ഹാൻഡ്ലിംഗ് ചാർജസ് ഉണ്ടാവും. ലഗേജ് അങ്ങനെയല്ല, ഒരു ലാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുമ്പോൾ എയർ ട്രാഫിക് കൺട്രോൾ അവിടെ റൺവേയിലേക്ക് മീൻസ് എയർപോർട്ടിന് പേയ്മെന്റ് കൊടുക്കണം. അങ്ങനെ കുറച്ച് എക്സ്പെൻസസ് ഉണ്ടാവും. ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് പാക്കേജ്. അത് എല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് പാക്കേജ്. ഇപ്പോൾ കൊച്ചി എയർപോർട്ടിൽ നമ്മൾ ഒരു എയർക്രാഫ്റ്റ് ലാൻഡ് ചെയ്യുമ്പോൾ അപ്രോക്സിമേറ്റ് 1,20,000 rupees-ആണ്. അത് നിങ്ങൾ ഗോവയിലും മോപ്പയിലേക്ക് ആണ് ലാൻഡ് ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ ചെന്നൈ എയർപോർട്ടിൽ ലാൻഡ് ചെയ്യണമെങ്കിൽ അത് 40,000 രൂപയുള്ളൂ. ഹാൻഡ്ലിംഗ് ചാർജ് കുറവാണ്. കൊച്ചി ഭയങ്കര നല്ല കൂടുതലാണ്. അപ്പോൾ ഇതിനനുസരിച്ചാണ് പാക്കേജ് വരിക. അതിനനുസരിച്ചാണ് പാക്കേജ് വരിക. ഓക്കെ, സൗത്ത് ഇന്ത്യയിൽ സെലിബ്രിറ്റീസിന് ചാർട്ടർഡ് ഫ്ലൈറ്റ്സ് ഇല്ല എന്ന് പറഞ്ഞു, നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. നോർത്ത് ഇന്ത്യയിലുണ്ടോ ഫ്ലൈറ്റ്സ് ഉള്ള സെലിബ്രിറ്റി? ശരിക്കും ഫ്ലൈറ്റ് ഉള്ള ആസ് പെർ ദ DGCA റൂൾ, DGCAയുടെ ആ സൈറ്റ് അനുസരിച്ചോ അല്ലെങ്കിൽ ഇൻഫർമേഷൻ അനുസരിച്ചോ ഒരു സെലിബ്രിറ്റിയും വോൺ ചെയ്യുന്നില്ല. ഇനിയിപ്പോൾ അവർ ഏതെങ്കിലും ഒരു കമ്പനിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് സൈലന്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന പലതും കറക്റ്റ് ഒന്നുമല്ല, ശരിയല്ല. ബിസിനസ് ടൈക്കൂൺസിന് മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മുടെ നാട്ടിൽ. യൂസഫ് അലി സാറിനും രവിപിള്ള സാറിനും ഒക്കെയാണ് അത് വേറിട്ടിട്ടാണ്. രവിപിള്ള സാറിൻ്റെയും അല്ലെങ്കിൽ യൂസഫ് ഭായിയുടെയും ഒക്കെ എയർക്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ അത് പ്രൈവറ്റ് കാറ്റഗറി, അത് അവരുടെ യൂസിന് വേണ്ടിയിട്ട് മാത്രമേ ഉള്ളൂ ശരിക്കും. പിന്നീട് ഹെലികോപ്റ്ററുകളും അങ്ങനെയാണ് കൂടുതലും. ഇപ്പോൾ കല്യാണിന് ഒരെണ്ണമുണ്ട്. ഇപ്പോൾ കേരളത്തിൽ എടുത്തു കഴിഞ്ഞാൽ കല്യാണിനുണ്ട്, ലുലുവിനുണ്ട്, ഇവിടെ നമ്മളുടെ രവിപിള്ള സാറിനുണ്ട്, പിന്നെ ആർക്കാണ്, അത്രേ ഉള്ളൂ. പിന്നെ ഇങ്ങേ സൈഡിൽ വന്നു കഴിഞ്ഞാൽ ഹെലികോപ്റ്റർ ജോയി ചേട്ടനുണ്ട്. ഏറ്റവും കൂടുതൽ ഏത് റൂട്ടിലാണ് നമ്മുടെ ചാർട്ടർഡ് ഫ്ലൈറ്റ്സ് പറക്കുന്നത്? കൊച്ചിയിൽ നിന്ന് അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന്? കേരളത്തിൽ നിന്ന് കാര്യമായിട്ട് ചാർട്ടർ ഫ്ലൈറ്റ് പറക്കുന്നില്ല. അതായത് ഇപ്പോൾ മുംബൈ നമ്മൾ ബാംഗ്ലൂരേക്ക് വന്ന ഈ ആഴ്ച ചാർട്ടർ ഫ്ലൈറ്റിലേ പോവുള്ളൂ. യശ് അല്ല, ഇനിയിപ്പോൾ തമിഴ്നാട്ടിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ ആളുകളും ചാർട്ടർ ഫ്ലൈറ്റിലേ പോകുള്ളൂ. ഷെഡ്യൂൾ ഫ്ലൈറ്റിൽ, ആർട്ടിസ്റ്റ് ഷെഡ്യൂൾ ഫ്ലൈറ്റിൽ പോകാറില്ല, ബിസിനസ്സുകാർ ഷെഡ്യൂൾ ഫ്ലൈറ്റിൽ പോകാറില്ല. എൻ്റെ ഒരു ക്ലയൻ്റ് ഉണ്ട്, സച്ചിൻ ബൻസാർ. സച്ചിൻ ഫ്രീക്വൻ്റ് ആയിട്ട് ജെറ്റിലെ ട്രാവൽ ചെയ്യുള്ളൂ. സച്ചിൻ ടൈമിൻ്റെ കാര്യത്തിൽ വളരെ കൺസേൺഡ് ആണ്. ചെറിയ പയ്യനാണ്, നമ്മളെക്കാളൊക്കെ യങ്ങായിട്ടുള്ള പയ്യനാണ്. പക്ഷേ അയാളുടെ മീറ്റിങ്ങിനെ അനുസരിച്ച് നമ്മൾ ചിലപ്പോൾ ഫ്ലൈറ്റിൻ്റെ ഷെഡ്യൂൾ മാറ്റിക്കൊണ്ടിരിക്കും. ഓക്കെ, ഇപ്പം നമ്മൾ പറയുകയാണ് 5 മണിക്കാണ് പോരേണ്ടത് മുംബൈയിൽ നിന്നും ബാംഗ്ലൂർക്ക് നിന്ന് വിചാരിക്കും. ഇപ്പോൾ ചിലപ്പോൾ സച്ചിൻ്റെ മീറ്റിംഗ് 3:30 കഴിഞ്ഞിട്ടുണ്ടാവും. ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മളോട് പറയും ഫ്ലൈറ്റ് ആക്ടിവേറ്റ് ചെയ്തോളാം, 4 മണിയാകുമ്പോഴേക്കും ഞാൻ എത്തിയിട്ടുണ്ടാവും. നമ്മൾ ആ ഫ്ലെക്സിബിലിറ്റി കൊടുക്കുന്നുണ്ട്. തിരിച്ച് ഈ 5 മണി എന്നുള്ളത് ചിലപ്പോൾ 7 മണിക്കായിരിക്കും തീരുന്ന മീറ്റിംഗ്. അപ്പോഴും ഫ്ലൈറ്റ് റെഡിയാണ്. അത് ഷെഡ്യൂൾ ഫ്ലൈറ്റിൽ ആ കൺവീനിയൻസ് കിട്ടില്ല. ഇങ്ങനെയുള്ളവർക്ക് ചാർട്ടർഡ് ഫ്ലൈറ്റ്സ് ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ബാംഗ്ലൂർക്ക് പോകണമെന്ന് വിചാരിക്കും, നിങ്ങളുടെ കയ്യിൽ ഒരു 1,000 crores ഉണ്ടെന്ന് വിചാരിക്കും. അത് ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ എന്തുകൊണ്ട് ചാർട്ടർ ഫ്ലൈറ്റിലേക്ക് മാറുന്നില്ല? ഈ ഫ്ലൈറ്റിന്റെ അകത്ത് എന്തൊക്കെ ഫെസിലിറ്റീസ് ഉണ്ട്? എത്ര സീറ്ററാണ് ശരിക്കും? ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ശരിക്കും എനിക്ക് 4 സീറ്റ് തൊട്ടുള്ള ജെറ്റുകളുണ്ട്. ഈ 4 സീറ്റുള്ളതെന്ന് പറഞ്ഞ ഒരു എൻട്രി ലെവൽ മെഷീനാണ്. ഇതിൻ്റെ എൻട്രൻസ് കുറവായിരിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് HAL നിന്ന് മുംബൈ വരെ ആയിരിക്കും പോകുള്ളൂ. അത് കഴിഞ്ഞ് ഇതിന് ഫ്യൂവൽ ഹാൾട്ട് വേണം, കാരണം ഇവൻ്റെ ടാങ്ക് കപ്പാസിറ്റി ഇതൊക്കെ ഡിഫറൻ്റ് ആയിരിക്കും. പിന്നീട് അതിൻ്റെ നെക്സ്റ്റ് ലെവലിൽ 6 ഉള്ളതുണ്ട്, 8 ഉള്ളതുണ്ട്, പിന്നെ ഒരു 14 സീറ്റ് വരെയൊക്കെയുള്ള ലക്ഷറി എയർക്രാഫ്റ്റുകളുണ്ട്. അത് ഇപ്പോൾ ഗൾഫ് സ്ട്രീമിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ അതിന് ഒരു 16, 18 ഒക്കെ ആയിട്ട് നമ്മൾ കോൺഫിഗർ ചെയ്യാം. കാഡില ഫാർമസ്യൂട്ടിക്കൽസിൻ്റെ ഒരു എയർക്രാഫ്റ്റ് നല്ലൊരു ജെറ്റാണ്. എനിക്ക് തോന്നുന്നു ഇവിടെ ഉള്ളതിൽ ഏറ്റവും കസ്റ്റമൈസ് ചെയ്തേക്കണം, ഇന്ത്യയിലുള്ളതിൽ കസ്റ്റമൈസ് ചെയ്തേക്കണ ഒരു ജെറ്റാണ്. അതിൽ കുറച്ച് ബെഡ്റൂം മാതിരി തന്നെ അത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അവർ
I came to know they spent around 60 crore rupees for this customization. ഫ്ലൈറ്റിന് വേണ്ടിയിട്ട്, ഫ്ലൈറ്റിൻ്റെ കസ്റ്റമൈസേഷന് വേണ്ടി അല്ലെങ്കിൽ മോഡിഫിക്കേഷന് വേണ്ടിയിട്ട്. അപ്പോൾ ഒരു 18 സീറ്റ് തൊട്ട് 4 സീറ്റ് തൊട്ട് ഒരു 18 സീറ്റ് വരെയുള്ളത് എയർക്രാഫ്റ്റുകളാണ് ലക്ഷറി എയർക്രാഫ്റ്റുകൾ. പിന്നെ ഇതിനപ്പുറം പോയി കഴിഞ്ഞാൽ ഈ A320 ഒക്കെ എടുത്തിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഇതുകൊണ്ട്. പക്ഷേ യൂഷ്വലി നമ്മൾ കാണുന്ന ഒരു 8 സീറ്റ് 9 സീറ്റ് 6 സീറ്റ് എയർക്രാഫ്റ്റുകളാണ്. ഓക്കെ. മോർ ഓവർ ഇത് ശരിക്കും നിങ്ങൾ പറയുകയാണ്, ഓക്കെ എനിക്ക് ഈ പ്രാവശ്യം ഞങ്ങൾക്ക് ക്യാബിൻ ക്രൂ ഒന്നും വേണ്ട, ഞങ്ങൾ 2-3 പേര് മാത്രമാണ് ഫ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ ഫൈൻ. അതിന് പോലും അത്രമാത്രം ഈ ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. പിന്നെ വരണത് ഇപ്പോൾ ഒരു ലോങ് ഡിസ്റ്റൻസ് ഫ്ലൈയിങ് ഒക്കെ ആണെങ്കിൽ ചില എയർക്രാഫ്റ്റുകൾ സീറ്റുകൾ ബെഡായിട്ട് കൺവേർട്ട് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് അപ്പോൾ നിങ്ങളിപ്പോൾ ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുകയാണ്, ഓക്കെ, നിങ്ങൾ ഇരുന്ന് യാത്ര ചെയ്യേണ്ട, കിടന്ന് യാത്ര ചെയ്ത് ലോങ് ഡിസ്റ്റൻസ് ചാർട്ടിങ് നടക്കാറുണ്ട്. അപ്പോൾ ഇവിടുന്ന് എവിടം വരെയൊക്കെ ചാർട്ട് ചെയ്ത് പോകാറുണ്ട്? ഇപ്പോൾ എനിക്ക് ഡൽഹിയിൽ വന്നിരിക്കുന്ന ജെറ്റ് ഇറ്റ് ക്യാൻ ഗോ ഇൻ്റർനാഷണൽ ആസ് വെൽ. ദെൻ നമുക്ക് ദുബായിൽ പോകാൻ പറ്റും. ശരിക്കും ഓൾമോസ്റ്റ് മിഡിൽ ഈസ്റ്റ് എല്ലാം തന്നെ കവർ ചെയ്യാൻ പറ്റുന്നുണ്ട്. കൊളംബോയിലേക്കൊക്കെ പോകാൻ പറ്റുന്നുണ്ട്. ഇതൊക്കെ ഒരു അത്ര വലിയ ജെറ്റല്ല. തിരിച്ച് നിങ്ങൾ പറഞ്ഞ ഫാൽക്കൺ 8X എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ഗോ അപ് ടു US. അതല്ലെങ്കിൽ നമ്മുടെ ഗൾഫ് സ്ട്രീം ഒരു 550 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതും വേണമെങ്കിൽ അതിൻ്റെ അടുത്തൊക്കെ സൂറിച്ച് വരെയൊക്കെ ഈസി ആയിട്ട് പോകാൻ കഴിയും. ഇന്റർനാഷണൽ ചാർട്ടിംഗ് ആണോ കൂടുതൽ നടക്കുന്നത് അതോ? ഞാൻ ഡൊമസ്റ്റിക്കിലാണ്. ഇന്റർനാഷണലും ചെയ്യാറുണ്ട്. ഡൊമസ്റ്റിക്കിൽ നമ്മളുടെ കമ്പനി ശരിക്കും ചാർട്ടറിൽ ഒരു ഫാസ്റ്റ് ഗ്രോയിങ് കമ്പനിയാണ്. എനിക്ക് തോന്നുന്നത് മേ ബി ഇന്ത്യയിൽ ഒരു ഏറ്റവും ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യുന്ന ഒരു കമ്പനികളിലൊന്നായിരിക്കും ഹാലോ എയർവേസ്. ഇങ്ങനെ ഒരു ആഗ്രഹം വന്നപ്പോഴാണ് ചാർട്ടേഡ് ഫ്ലൈറ്റ്സിൻ്റെ കമ്പനി തുടങ്ങാമെന്ന് തോന്നിയത് എപ്പോഴാണ്? അത് ഒരു വളരെ കോയിൻസിഡൻസ് ആയിരുന്നു. ശരിക്കും ചാർട്ടർ ഫ്ലൈറ്റിലേക്ക് ഞാൻ വരുന്നത് ഇപ്പോൾ വളരെ താമസിച്ചാണ്. വളരെ താമസിച്ച ഇൻ ദ സെൻസ് അതിനു മുമ്പ് ഞാൻ ഹെലികോപ്റ്റർ സർവീസുകളുണ്ട്. അതിലാണ് തുടങ്ങിയത്. അത് 2012 അത് ആ സമയത്ത് ഞാൻ ശരിക്കും ഒരാളുടെ ഹെലികോപ്റ്റർ എടുത്തിട്ട് ഇങ്ങനെ ലീസ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു ഹെലികോപ്റ്റർ ഞാനൊരു 4 ലക്ഷം രൂപ മറ്റോ അന്ന് കൊടുത്തിട്ട് 5 മണിക്കൂർ എടുത്തിട്ട് ഒരു ജോയി റൈഡ് ചെയ്യുക. അതിലാണ് സ്റ്റാർട്ട്. ഇപ്പോൾ ശരിക്കും എൻ്റെ ഫസ്റ്റ് ഡേ ഇങ്ങനെ മീഡിയ ന്യൂസ് ഒക്കെ ആയിട്ട് വന്നു. 1-2 ചാർട്ടർ സർവീസൊക്കെ നടന്നു. നെക്സ്റ്റ് ഡേ പറയുകയാണ് ഹെലികോപ്റ്റർ ഷോപ്പിക്ക് തരാൻ കഴിയില്ല, ബിക്കോസ് യു ആർ ഗെറ്റിംഗ് മോർ മൈലേജ് ഫ്രം മീഡിയ ആൻഡ് ഓൾ. അപ്പോൾ ഞാൻ നമ്മളുടെ ആദ്യത്തെ ടെൻഷൻ തുടങ്ങുന്ന സമയമാണ് അവിടെ. അപ്പോൾ ഇനിയിപ്പോൾ ആൾ വരുവാണ് റൈഡിന് വേണ്ടിയിട്ട് ഈ ന്യൂസൊക്കെ കണ്ടിട്ട്, അപ്പോൾ കൊടുക്കാൻ പറ്റുമോ? അപ്പോൾ ഞാൻ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് പതിയെ പങ്കുമേ നിന്നിട്ട് ചോദിക്കും ചെയ്താലോ. അപ്പോൾ പുള്ളിക്കാരൻ ചിലപ്പോൾ ദേഷ്യപ്പെട്ട് കഴിഞ്ഞിട്ട് അങ്ങ് ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ചിലപ്പോൾ ചെയ്യും. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസമാണ് ഈ സർട്ടിനിറ്റി ഒന്നുമില്ല. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഡേയും ഇതേ കാര്യം തന്നെ ചെയ്തു. അവസാനം ഞാൻ വിചാരിച്ചു നിർത്തിയേക്കാം. അപ്പോൾ പോകാൻ നേരത്ത് എനിക്ക് ഇയാൾക്ക് നമ്മൾ ഫ്ലൈ ചെയ്തിരിക്കുന്ന അനുസരിച്ച് 2 മണിക്കൂറേ ഉള്ളൂ. ബാക്കി ഇയാൾ 2 lakh rupees പ്ലസ് ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു യു ഡു വൺ തിങ്, യു ഡിഡ്ന്റ് ഗിവ് ദ എയർക്രാഫ്റ്റ് ആസ് പെർ മൈ കൺവീനിയൻസ്. എനിവേ എന്നാൽ നമുക്കൊരു കാര്യം ചെയ്തേക്കാം, ഇത് പറന്ന് തീർക്കാം, എനിക്ക് പൈസ റീഫണ്ടൊന്നും വേണ്ട, ലെറ്റ് us go to കുമരകം ഓർ സംവെയർ. ഓക്കെ, റൈഡാണല്ലോ, എൻ്റെ പേയ്മെൻറ്റും ഉണ്ടല്ലോ. അപ്പോൾ ഈ ടോൾ മീ ദാറ്റ്, അത് അവരുടെ ടീമിൽ ആരോ ഒരാൾ ടോൾ മീ ദാറ്റ് വി ക്യാൻ യൂട്ടിലൈസ് ഫോർ നെക്സ്റ്റ് ചാർട്ടർ. ഓക്കെ, ഞാൻ വേണോ വേണ്ടയോ ആലോചിച്ചു. അവസാനം ഞാൻ കൺവിൻസ്ഡ് ആയി. ഓക്കെ ഫൈൻ. അത് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി വലിയ ഇതൊന്നുമില്ല. അത് കഴിഞ്ഞിട്ടും പലപ്പോഴും ഇങ്ങനെ ചാർട്ടറുകൾ ഞാൻ ചെയ്യുന്നുണ്ട്, എടുക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഇഷ്യൂസ് വരുന്നുണ്ട്. ഈ ഇഷ്യൂസ് വരുമ്പോഴൊക്കെ ഞാൻ വിചാരിക്കുന്നത് ഇത് നിർത്തിയേക്കാം, എന്തിനാണ് എന്ന്. അതിനിടയ്ക്ക് ഒരു വലിയൊരു സംഭവം ഉണ്ടായത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ വെള്ളിരിക്കുണ്ടെന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. അവിടെ നമ്മളുടെ പയ്യന്നൂരൊക്കെ കഴിഞ്ഞിട്ടാണ്, ഒരു മലയോര ഗ്രാമമാണ്. അവിടെ അത് മുനിസിപ്പാലിറ്റി ആവുകയാണ്. അപ്പോൾ എല്ലാവരും തന്നെ ഭയങ്കര ഒരു വലിയൊരു സംഭവമാണ്, ഒരു ആഘോഷമാണ്. അപ്പോൾ എന്നോട് പറഞ്ഞ് ഹെലികോപ്റ്റർ തരാമോ? ഞാൻ പറഞ്ഞു ഞാൻ ഇപ്പോൾ ഹെലികോപ്റ്റർ ഒന്നും ചെയ്യാറില്ല, എന്നാലും ഷോബി നോക്കാൻ പറഞ്ഞിട്ട് എനിക്ക് അവസാനം ഉമ്മൻചാണ്ടി സാറിൻ്റെ ഓഫീസിൽ നിന്നോ മറ്റോ പറഞ്ഞു അത് ചെയ്തുകൂടെ. എനിവേ, അപ്പോൾ ഞാനൊരു അറ്റംപ്റ്റ് നടത്തുവാണ്. ഞാൻ അവിടെ ആ ഹെലികോപ്റ്റർ കൊടുക്കുന്നു. ഹെലികോപ്റ്റർ കൊടുത്തു കഴിഞ്ഞിട്ട് വരുന്നു. അപ്പോൾ ഹെലികോപ്റ്റർ ഫ്ലവർ ഷവറിംഗ് ആണ് നടക്കുന്നത്. അപ്പോൾ ഈ സ്ഥലത്തിനുള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെലികോപ്റ്റർ ഒട്ടും തന്നെ ആളുകൾ കണ്ടിട്ടില്ല. ഈ വെള്ളിരിക്കുണ്ട് പഞ്ചായത്ത് ആവുന്നു എന്നുള്ളത് കൊണ്ടല്ല, മുനിസിപ്പാലിറ്റി ആവുന്നു എന്നുള്ളത് കൊണ്ടല്ല, ഹെലികോപ്റ്റർ വരണുണ്ടെന്ന് പറയുമ്പോഴത്തേനും ഭയങ്കര ക്രൗഡായി. വളരെ കൂടുതൽ ആളായി ഹെലികോപ്റ്റർ കാണാൻ ആളായി. കാരണം തലേ ദിവസം ഞങ്ങൾ വന്നു, അതിനിടയ്ക്ക് മീൻസ് അതിക്കിടയൊക്കെ ഒന്ന് കറങ്ങി എന്നിട്ട് ലാൻഡ് ചെയ്തേക്കുവാണ്.
പോവുകയാണ്. നെക്സ്റ്റ് ഡേ മോർണിംഗിൽ നമ്മൾ ഫ്ലവർ ഷവറിങ് നടത്തുകയാണ്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടൊരു മിസ്റ്റർ ജീസ് ജോർജ് ഉണ്ട്. അയാളാണ് എഞ്ചിനീയർ. അയാൾ കോർഡിനേറ്റ് ചെയ്യുന്നു. നമ്മൾ ഫ്ലവർ ഡ്രോപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതെന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രൗഡാണ്. ക്രൗഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അത്രയും വലിയ ക്രൗഡ് കണ്ടിട്ടില്ല. അപ്പോൾ ഇങ്ങനെ റോഡിലൂടെ അതിൻ്റെ ഘോഷയാത്രകളൊക്കെ വരണം. ഞങ്ങളിടയ്ക്ക് പോയിട്ടുകൊണ്ടിരിക്കുന്നു. കുറേ കഴിയുമ്പോഴേക്കും ഈ ഹെലികോപ്റ്റർ കാണാനുള്ള ആവേശത്തിൽ ഇങ്ങനെ ഈ ഘോഷയാത്രയല്ലാതെ ഈ സ്റ്റേജിൻ്റെ അടുത്തും ബാക്കിയുള്ള ആളുകളൊക്കെ ഉണ്ടല്ലോ, അവർ കുടുംബശ്രീ ആളുകളുണ്ട്, അങ്ങനെ പലരും ഉണ്ട്. അവരെല്ലാം കൂടെ അവർ കുറേ അധികം ക്രൗഡ് വന്നു കഴിയുമ്പോൾ ഇവർ ഇത് കാണാൻ വേണ്ടി അടുത്തടുത്ത് പോകുമ്പോൾ വലിയ 2 സ്പീക്കർ വെച്ചേക്കാണ്. വളരെ വലിയ 2 സ്പീക്കർ അത് മറിഞ്ഞു വീണു. ആ മറിഞ്ഞു വീണ് 2 പേരുടെ എന്തോ പരിക്ക് പറ്റി. അപ്പോൾ നാച്ചുറലി ഇനിയിപ്പോൾ ഇവിടുന്ന് ഒരു കാറിൽ ഹോസ്പിറ്റലിൽ വേണമെങ്കിൽ കൊണ്ടുപോകാൻ പറ്റും. പക്ഷേ ഈ CMൻ്റെ പ്രോഗ്രാമും ഇതൊക്കെ ആയതുകൊണ്ട് അവിടെ ആംബുലൻസ് കിടപ്പുണ്ട്. ഈ ആംബുലൻസിൽ ആളുകളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാണ്. ആ ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴേക്കും അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഭയങ്കരമായിട്ട് കോള് വരണുണ്ട്, എന്താ പറ്റി അവിടെ എന്നൊക്കെ. അപ്പം ഞാനൊന്നും അറിയണില്ല, എന്താ പറ്റി ഒന്നുമില്ല പ്രത്യേകിച്ച്. അവസാനം TV-യിലൊക്കെ ഭയങ്കര ന്യൂസ് വരുന്നു. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ CM പങ്കെടുത്ത ഒരു പ്രോഗ്രാമിൽ ഹെലികോപ്റ്റർ താണു പറഞ്ഞു, പ്രശ്നം ഉണ്ടായി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് ശരിക്കും പെട്ടെന്ന് ഒരു നെഗറ്റീവ് ന്യൂസായി. അത് കഴിഞ്ഞ് അപ്പോഴേക്കും ഞാൻ ഗ്രൗണ്ടിൽ ചെന്ന്, ഗ്രൗണ്ട് നിയർ ബൈ ആണ്. അപ്പോൾ പൈലറ്റ് ഞാൻ ഇത് ചെയ്തു. അപ്പോൾ എനിക്കൊരു പോലീസ് ഓഫീസറിനൊന്നും പറയാം, അങ്ങനെ ഒരാൾ വന്നു, അതായത് സിവിൽ ഡ്രസ്സിലൊക്കെയാണ്. എന്നോട് ചോദിച്ചു, എനിക്ക് ഇച്ചിരി ക്ലാരിഫിക്കേഷൻ വേണം. അപ്പോൾ ഞാൻ പറഞ്ഞു, എഗ്രി ചെയ്തു. പറഞ്ഞു, നിങ്ങൾ എത്ര പൊക്കത്തിലാണ് ഹെലികോപ്റ്ററുകൾ പറത്താറ്? ഞാൻ പറഞ്ഞു, സാർ അത് ഓൾ ഡിപ്പെൻസ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ക്യാപ്റ്റൻ്റെ ചോയ്സ് ഉണ്ട്, ATCയുടെ ഉണ്ട്, വെതറിൻ്റെ ഉണ്ട്. എന്താണെങ്കിലും അതൊരു 1500 മീറ്റർ തൊട്ട് ഒരു 3000-ലായിരിക്കും യൂഷ്വലി ഫ്ലൈ ചെയ്യുന്നത്. ഓക്കെ ഫൈൻ. പുള്ളി അത് എഗ്രി ചെയ്തു. അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ എന്നോട് ഇപ്പം നമ്മളിപ്പോൾ ഇവിടെ ലാൻഡ് ഫ്ലവർ ഷവറിങ് നടത്തുമ്പോൾ എത്ര ഹൈറ്റ് ഉണ്ടാവും? അപ്പോൾ ഞാൻ പറയും മേ ബി 500 മീറ്റേഴ്സൊക്കെ ഉണ്ട്. അങ്ങനെയാണ്. കാരണം ഫ്ലവർ ഡ്രോപ്പ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അതിൽ താഴെയും വന്നിട്ട് ഡ്രോപ്പ് ചെയ്യേണ്ടി വരും. നല്ല ഫ്ലവർ ഈ പെറ്റൽസൊക്കെ എവിടെയെങ്കിലും വന്ന് വീഴുള്ളൂ. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പോലീസ് വന്നു. പോലീസ് ഒരു ജീപ്പിൽ വന്നിട്ട് പറഞ്ഞു, ശരിക്കും നിങ്ങളുടെ ഹെലികോപ്റ്റർ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഹെലികോപ്റ്റർ ക്യാപ്റ്റനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അല്ല, അതിനു മുമ്പ് ഇവിടെ ഇങ്ങനെ പറഞ്ഞു, പോലീസ് സ്റ്റേഷൻ വരെ പോകണം. അപ്പോൾ ഞാനും ക്യാപ്റ്റനും ഒക്കെ കൂടെ ഞങ്ങളുടെ വണ്ടിയിലും ശരിക്കും ഹെലികോപ്റ്ററൊക്കെ അവിടെ ലോക്ക് ചെയ്തിട്ടിരിക്കുന്നു പോവുകയാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പറഞ്ഞു അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ CMൻ്റെ ഓഫീസിൽ വിളിക്കുന്നു. അപ്പോൾ അവർ പറഞ്ഞു അതൊന്നും ഒരു പ്രശ്നമല്ല, അന്ന് ചെന്നിത്തല സാറും ഉണ്ടെന്ന് വന്നു, സാർ ഇൻവോൾവ് ചെയ്ത് ഇത് ചെയ്യണം, നമ്മളെ വേറെ പ്രോബ്ലം ഒന്നുമില്ല. പിന്നെ ഞാൻ എൻ്റെ കണ്ണൂരുള്ള എൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ പേരിൽ ബെയിലൊക്കെ എടുത്തിട്ട് ഞങ്ങൾ പോരുവാണ്. ആദ്യമായിട്ട് ഒരു ഹെലികോപ്റ്ററിൻ്റെ ക്യാപ്റ്റനെ അറസ്റ്റ് ചെയ്യണതായിരിക്കും എന്ന് തോന്നുന്നു ഇതേ പർപ്പസിന്. പോലീസ് സ്റ്റേഷനിൽ പിടിച്ചിട്ട് വണ്ടികളുടെ കൂട്ടത്തിൽ കടന്നേനെ ഇല്ല, അത് കൊണ്ടിടാൻ പറ്റില്ല. അതേ രസം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം ഞങ്ങൾ പറന്നു വന്നു. അപ്പോൾ നാളുകൾ കഴിഞ്ഞപ്പോൾ തലശ്ശേരി കോർട്ടിലേക്ക് ഈ കേസ് പോയി. തലശ്ശേരി കോർട്ടിലാണെന്നാണ് എൻ്റെ ഓർമ്മ. പോയിട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഈ പൈലറ്റിനെ വരുത്തി ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു ഫൈൻ ഇട്ടു 500 രൂപ. അതായത് നമ്മളുടെ റോഡിലൊക്കെ എങ്ങനെയാണോ ഈ ശരിക്കും നന്നായിട്ടല്ലാതെ ഡ്രൈവ് ചെയ്യുമ്പോൾ കിട്ടുന്നൊരു പണിഷ്മെൻ്റ് ഉണ്ടല്ലോ, അങ്ങനെ അത് ഇന്ത്യൻ ഈ ഏവിയേഷൻ്റെ ചരിത്രത്തിൽ ആദ്യത്തെ ഒരു ഫൈനായിരിക്കും ഇങ്ങനെ. കാരണം നമുക്ക് അറിഞ്ഞുകൂടാ. താന്ന് പറഞ്ഞതിന് 500 രൂപ അല്ലേ? താന്ന് പറഞ്ഞതിൻ്റെയോ അത് എന്തെങ്കിലും ആവട്ടെ, എന്തെങ്കിലുമെങ്കിലും ഇതൊരു കാര്യമായിട്ട് തീർക്കണമല്ലോ. അങ്ങനെ ഉണ്ടോ നമുക്ക്? ആകാശത്ത് ഫൈൻ ഉണ്ടോ? അത് പക്ഷേ അത് DGCA ചെയ്യുന്നതാണ്, ഫൈൻ ഒന്നും ആയിരിക്കില്ല. ഹെലികോപ്റ്റർ പറക്കുമ്പോൾ ATC ആയിട്ട് കണക്റ്റഡ് ആണോ? എല്ലായിടത്തും അതെ. ഇപ്പോൾ കൊച്ചിയിൽ പറക്കുന്നുണ്ട് ATC ആയിട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇപ്പോൾ കൊച്ചിയാണെങ്കിൽ ഗരുഡയായിട്ട് കണക്റ്റഡ് ആണ്. അങ്ങനെയാണ് അവർ പറയണമൊക്കെ അനുസരിച്ചിട്ടായിരിക്കും. ചിലപ്പോൾ ഇപ്പോൾ ഗരുഡയുടെ ഒരു INSൻ്റെ ഒക്കെ ഒരു ടെസ്റ്റ് ഫ്ലൈറ്റ് നടക്കുകയാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ മാറി പറക്കേണ്ടി വരും. ചാർട്ടേഡ് ഫ്ലൈറ്റ് കമ്പനി നടത്തണമെന്നുണ്ടെങ്കിൽ വിമാനം സ്വന്തമായിട്ട് ഓൺ ചെയ്യണോ, അത് നമുക്ക് റെന്റിനെടുത്ത് അങ്ങനെയാണോ അതിൻ്റെ? അതിൽ റാഫി ഭയങ്കര എക്സ്പീരിയൻസ് അക്വയർ ചെയ്യണം. ആദ്യകാലങ്ങളിൽ മുഴുവൻ ഞാൻ ലോസിലായിരുന്നു. അന്ന് വിമാനം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നോ? അല്ലല്ല, അന്ന് ഇല്ല. ഇങ്ങനെ റെന്റിന് എടുക്കുമായിരുന്നു. സെർട്ടനിറ്റി ഇല്ലാതെ വരുന്നു. പിന്നീട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഫ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രോഫിറ്റബിൾ ആവണമെന്നില്ല. അപ്പോൾ ആദ്യകാലങ്ങളിൽ ഇതാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് എൻ്റെ ഒരു കോമ്പറ്റീറ്ററിൻ്റെ കമ്പനിയിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ഒരു മാനേജർ വിളിച്ചിട്ട് പറയും, ഷോബി ഹൗ ഈസ് സോഫ്റ്റ്വെയർ കമ്പനി, ഈസ് ഇറ്റ് ഗോയിങ് ഗുഡ്? ഞാൻ പറയും യെസ്. ഡോണ്ട് കം ടു ഏവിയേഷൻ ഇൻഡസ്ട്രി, ദാറ്റ് ഈസ് ലോസ് മേക്കിംഗ് ഇൻഡസ്ട്രിയാണ്. അപ്പോൾ അതിലേക്ക് വരരുത്. ഇത് കഴിഞ്ഞ് വിളിച്ച് ഇടയ്ക്കിടയ്ക്ക് വാൺ ചെയ്തുകൊണ്ടിരിക്കും. എനിക്കാണെങ്കിലും ഇത് നിർത്തണമെന്നുണ്ട്. പക്ഷേ ഏതെങ്കിലും ഒരു വഴിക്ക് എന്നെ വീണ്ടും ഇത് പുള്ളി ചെയ്ത് ഇങ്ങോട്ടേക്ക് വീണ്ടും കൊണ്ടുവരുവാണ് ഏവിയേഷൻ ഇൻഡസ്ട്രിയിലേക്ക്. പിന്നെ
പിന്നെ അപ്പോൾ ഇതിങ്ങനെ ഇവിടുത്തെ വെള്ളരിക്കുണ്ടിലെ ഇഷ്യൂ ഒക്കെ കഴിഞ്ഞിട്ട് നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഡൽഹിയിൽ നിന്ന് എനിക്കൊരു കമ്പനി വിളിക്കുന്നു, ഞങ്ങൾക്കൊരു ഫ്ലൈറ്റ് ഉണ്ട്, ഐ കെയിം ടു നോ യു ഹാവ് മച്ച് പൊട്ടൻഷ്യൽ, അപ്പോൾ നമുക്ക് എന്തുകൊണ്ട് അസോസിയേറ്റ് ചെയ്തുകൂടാ, ഞങ്ങളുടെ എയർക്രാഫ്റ്റ് എടുത്തുകൂടാ. അപ്പോൾ ഈ പറഞ്ഞ മാതിരി അന്നിട്ട് എൻ്റെ എഞ്ചിനീയർ ഫ്രണ്ട് വളരെ ക്ലോസ് ആണല്ലോ, അവർ നമുക്ക് എടുക്കാം ഷോബി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി എടുക്കുന്നു. അത് ഞങ്ങൾ ഫ്ലൈറ്റ് വാങ്ങിയിട്ടില്ല, ഫ്ലൈറ്റ് ലീസ് ചെയ്യുകയാണ്, ഹെലികോപ്റ്റർ. ഇത് ഞങ്ങൾ നേരെ കൃഷ്ണപട്ടണം പോർട്ടിൽ പ്ലേസ് ചെയ്യുന്നു, അവർക്ക് വേണ്ടിയിട്ട് അവരെ സബ്ലീസ് ചെയ്യുന്നു. അപ്പോൾ അവരത് ഫ്ലൈ ചെയ്ത് തുടങ്ങുന്നു. അവരുടെ രണ്ടാമത്തെ ഒരു ഹെലികോപ്റ്റർ വരുന്നു, അത് ഞങ്ങളെടുത്തു ഫ്ലൈ ചെയ്തിരുന്നു. ആ കോൺട്രാക്റ്റ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വീണ്ടും ഇതിങ്ങനെ ആ എയർക്രാഫ്റ്റ് വിടുന്നു. പിന്നെ ഞങ്ങളിങ്ങനെ നിൽക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഈ സമയത്തൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി ശരിക്കും പ്രോഫിറ്റ് മേക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അതായത് ഇതുവരെ പ്രോഫിറ്റ് മേക്ക് ചെയ്യാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അതിന് പക്ഷേ പ്രോഫിറ്റ് മേക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ പറഞ്ഞു വന്നത് എങ്ങനെയാണ്, പ്രോഫിറ്റ് മേക്ക് ചെയ്യണമെങ്കിൽ നല്ല എക്സ്പീരിയൻസ് വേണം, അല്ലെങ്കിൽ നന്നായിട്ട് എക്സ്പീരിയൻസ്ഡ് ആയിട്ട് ഉള്ള ആളുകൾ നിങ്ങളെ അസോസിയേറ്റ് ചെയ്യണം. നിങ്ങളുമായിട്ട് ഏവിയേഷൻ ഇൻഡസ്ട്രിയിലെ തന്നെ എക്സ്പീരിയൻസ്. ഞാൻ പറഞ്ഞല്ലോ, ആദ്യകാലങ്ങളിൽ നമ്മൾ ആഡോക് ബേസിസിൽ ചാർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് ലോസ് ആയിരുന്നു. പിന്നീടാണ് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത് എങ്ങനെയാണ് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത്, എങ്ങനെയാണ് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത്, എങ്ങനെയാണ്. അത് വളരെ നോളജ് വേണം അതിനെപ്പറ്റി. കുറേയധികം കമ്പനികൾ ഫ്ലൈറ്റൊക്കെ വാങ്ങും, അവർ ലോസിൽ പോകും. തിരിച്ച് ഓൺ അതർ ഹാൻഡ് ഒരുപാട് കമ്പനികൾ ചെറുതായി തുടങ്ങി 2012 തുടങ്ങി ഇപ്പോൾ 10-20 ഫ്ലീറ്റൊക്കെയുള്ള, അതും വലിയ വലിയ ഫ്ലീറ്റുകളുള്ള കമ്പനികളുണ്ട്. അത് നല്ല ഗ്രോത്താണ്. പക്ഷേ നമ്മൾ അതിൽ പാഷനേറ്റ് ആയിരിക്കണം, നമ്മളതിൽ എക്സ്പീരിയൻസ്ഡ് ആയിരിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ആരെങ്കിലും വലിയൊരാൾ ഇൻവെസ്റ്ററായിട്ട് വന്നു കഴിഞ്ഞാൽ വളരെ നല്ലൊരു അസോസിയേറ്റ് കൂടെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ട് ഇത് പ്രോഫിറ്റ് മേക്ക് ചെയ്യാൻ പറ്റും. ഈ മിക്ക ഫ്ലൈറ്റുകളും ലീസുകളിലായിരിക്കും. നമ്മൾ ലീസ് തന്നെയാണ്. ഈ ലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ട്രിപ്പിന് വേണ്ടിയിട്ടല്ല, ഒരു certain ടൈമിലേക്ക് മേ ബി അത് 1 year ആവാം, 3 years ആവാം, അങ്ങനെയാണ്. ഇപ്പോൾ മിക്ക ഷെഡ്യൂൾഡ് ഓപ്പറേറ്റേഴ്സ് പോലും വെറ്റ് ലീസും അല്ലെങ്കിൽ വെറ്റ് ലീസ് അല്ല, ഡ്രൈ ലീസാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇൻഡിഗോ എല്ലാ എയർക്രാഫ്റ്റുകളും വാങ്ങണം എന്നാവില്ല, ഏതെങ്കിലും ഒരു കമ്പനിയിൽ നിന്ന് ഡ്രൈ ലീസ് എടുത്തിട്ടുണ്ടാവാം. അങ്ങനെ ചെയ്യുന്നുണ്ട്. അതായിരിക്കും അവിടെ, ആ മെത്തേഡായിരിക്കും അവിടെ കൂടുതൽ ഇത് ചെയ്യുന്നത്. നമ്മൾ വെറ്റ് ലീസാണ്, നമ്മൾ പൈലറ്റിന് തൊട്ട് എല്ലാവരും കൂടെ കൂട്ടിയെടുക്കുകയാണ്. പിന്നെ പക്ഷേ നമ്മളാണ് ഇനി ആ ഫ്ലൈറ്റ് കൺട്രോൾ ചെയ്യുന്നത്. അതിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കേണ്ടത് ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മളാണ് നോക്കേണ്ടത്. എക്സ്പെൻസീവ് ആണ് ഒരു ഫ്ലൈറ്റ് ലീസിന് എടുക്കാന്ന് പറഞ്ഞാൽ. വളരെ എക്സ്പെൻസീവാണ്. പക്ഷേ ഇപ്പോൾ നമുക്ക് ലീസിന് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൗ ക്യാൻ വി മാനേജ് എന്നുള്ളതിനെ പറ്റി എത്ര കോടിയാണ് ഫ്ലൈറ്റ് ലീസിന് എടുക്കണമെങ്കിൽ? ഡിപ്പെൻസ്. ഇപ്പം നിങ്ങളൊരു ഫ്ലൈറ്റ് ഒരു ഗൾഫ് സ്ട്രീമൊക്കെ ലീസിന് എടുക്കണമെങ്കിൽ അത് ഒരു 20-40 കോടി രൂപയൊക്കെ വരാൻ പറ്റുമായിരിക്കും. എന്താണെങ്കിലും ഒരു 15-20 കോടി രൂപയൊക്കെ ഒരു ഇയർലി നമ്മളൊരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാവും. ഓക്കെ, ഒരു ഫ്ലൈറ്റ് ലീസിനെടുത്ത് കൊണ്ടു നടക്കാന്ന് പറഞ്ഞാൽ ഒരു ഫ്ലൈറ്റ് ഓണർക്ക് എളുപ്പമാണോ? ഒരു ഫ്ലൈറ്റ് ഓണറിനെ സംബന്ധിച്ചിടത്തോളം നല്ല എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ, നല്ല പാഷനേറ്റ് ആണെങ്കിൽ എളുപ്പമാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റാഫി അറിയോ, ഇന്ത്യയിൽ 1.5 ബില്യൺ ആളുകളുണ്ട്, 10-150 ഫ്ലൈറ്റുകളാണുള്ളൂ. ഇതൊരു ക്രെഡിബിലിറ്റിയാണ്, ഒരു സംശയം വേണ്ട. ശരിക്കും ഒരു ഫ്ലൈറ്റ് ഉണ്ടെന്ന് പറയുന്നത് വലിയൊരു സംഭവമാണ്. ശരിക്കും ഒന്നാലോചിച്ച് നോക്കി, ഇത്രയും പേരിൽ നിന്ന് 150 പേർക്ക് ഫ്ലൈറ്റുള്ളൂ, അല്ലെങ്കിൽ 150 മീൻസ് ഈ ചാർട്ടറിന് പോകുന്ന ഫ്ലൈറ്റുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയൊരു സംഭവം തന്നെയാണ്. ഇപ്പോൾ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ചാർട്ടർ ഫ്ലൈറ്റ് ഷോബിന്നാണോ, ഹെലികോപ്റ്റർ ഷോബിന്നാണോ, ഹാലോ ഷോബിന്നാണോ, എങ്ങനെ അറിയപ്പെടുന്നത്? അത് ശരിക്കും ഞാൻ പലപ്പോഴും ഇപ്പോൾ ഞാൻ ഒരിക്കലും MCRലെ റോബിനുമായിട്ട് ഇങ്ങനെ എൻ്റെ നമ്പർ കൊടുക്കുവാണ്. അപ്പോൾ നമ്പർ കൊടുക്കുമ്പോൾ പുള്ളി മേടിച്ച ആ ഷോപ്പിൽ നിന്നൊക്കെ പറഞ്ഞ് പുള്ളി സേവ് ചെയ്യണ സമയത്ത് അധികമുണ്ട് ഹെലികോപ്റ്റർ ഷോപ്പിൽ നിന്ന്. ആ സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെലികോപ്റ്ററിലാണ്. ഇപ്പോഴും ഞാൻ പലരോടും അഡ്വൈസ് ചെയ്യുന്നത്, നമ്മൾ കേരള മാർക്കറ്റിൽ അത്രമാത്രം ബിസിനസ്സൊന്നുമില്ല, ഷോബി ഇട്ട് കഴിഞ്ഞാലും ചാർട്ടർ ഫ്ലൈറ്റ് എന്നോ പ്രൈവറ്റ് ജെറ്റ് എന്നോ വല്ല ഒന്നും ഇട്ടേക്കും. കാരണം അവർക്കത് ഈസി ആയിട്ട് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. അപ്പം എങ്ങനെ മാർക്കറ്റ് പെനട്രേറ്റ് ചെയ്തേ? ആദ്യം ഫ്ലൈറ്റ് ലീസിന് എടുത്തതിന് ശേഷം നമ്മൾ ഓരോ സെലിബ്രിറ്റീസിൻ്റെ അടുത്ത് പോവോ? അങ്ങനെ എനിക്ക് റെഫറൻസും വന്നിട്ടുണ്ട് റാഫി. ഹാലോ എയർവേസിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 100% സാറ്റിസ്ഫൈഡ് കസ്റ്റമേഴ്സാണ്. അതായത് ഇപ്പോൾ നിങ്ങൾ എൻ്റെ ഒരു ചാർട്ടർ ഫ്ലൈറ്റ് ബുക്ക് ചെയ്തു എന്ന് വിചാരിക്കും, നിങ്ങൾക്കത് ഫ്ലൈ ചെയ്യാൻ കഴിയുന്നില്ല. അപ്പോൾ സാധാരണ എല്ലാ കമ്പനിയും അവർ ആ പേയ്മെൻറ്റ്, അത് 10, 15, 20 ലക്ഷം രൂപയൊക്കെ ആയിരിക്കും. സാധാരണ എല്ലാ കമ്പനിയും എന്ത് ചെയ്യും, ആ പേയ്മെൻറ്റ് എടുക്കും, ക്യാൻസൽ, അല്ലെങ്കിൽ മിനിമം 50% എങ്കിലും കട്ട് ചെയ്യും, തിരിച്ചു കൊടുക്കുകയില്ല. ഞാനാണെങ്കിൽ അതിൽ ശരിക്കും അത് ആവശ്യമില്ല എങ്കിൽ നമ്മുടെ ആക്ച്വൽ എക്സ്പെൻസസ് കഴിഞ്ഞ് ഞാൻ റീഫണ്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് ഇവരിലേക്ക് ഒരു കോൺഫിഡൻസ് കൊടുക്കുന്നുണ്ട്. ഒരു കാര്യം കൂടെ ഞാൻ പറയാം,
ഒരിക്കലും ഞാൻ ഒരു MCR വേണ്ടിയിട്ട് ഒരു ഷൂട്ടിന് വേണ്ടിയിട്ട് ഒരു ഹെലികോപ്റ്റർ കമ്മിറ്റ് ചെയ്യുക, MCR മുണ്ട്. അപ്പോൾ നമ്മളുടെ സിജോയ് വർഗീസും ആൽബിനും ഒക്കെയാണ് ഇത് ചെയ്യുന്നത്, അവരുടെ ഒരു ഏജൻസി ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാനൊരു 5 lakh rupees-ലും താഴെ എന്തോ കോട്ട് ചെയ്ത് ബാംഗ്ലൂരിൽ നിന്ന് ഒരു ഹെലികോപ്റ്റർ വന്ന് ചെയ്യണമെങ്കിൽ അത്രയൊക്കെ വരുള്ളൂ. അപ്പോൾ ഞാനത് കൊടുത്തു, മീൻസ് അവരോട് പേയ്മെൻറ്റ് മേടിച്ചു. മേ ബി ഒരു 1 lakh rupees വല്ല അഡ്വാൻസ് മേടിച്ചിരുന്നു. ഒരു ദിവസം പെട്ടെന്ന് എന്നെ ആൽബിൻ വിളിക്കുകയാണ്, എബിൻ വിളിക്കുകയാണ്. അത് സിജോയി ആണോ എന്ന് എനിക്കറിയില്ല, ആരോ വിളിക്കുകയാണ്. വിളിച്ചിട്ട് പറഞ്ഞു നാളെ കഴിഞ്ഞ് ലാലേട്ടൻ്റെയൊക്കെ ഷൂട്ടാണ്, തൃശ്ശൂരാണ്, ഇങ്ങനെയാണ് ഷോബി. ഞാനാകെ വണ്ടേഡ് ചെയ്യുക, കാരണം ഈ മിഷൻ ഡൗൺ ആണ്, ഗ്രൗണ്ടഡ് ആണ്. അപ്പോൾ വേറെ ഏതൊരു കമ്പനിയാണെങ്കിലും എന്തായിരിക്കും ചെയ്യുന്നത്, അവരുടെ പേയ്മെൻറ്റ് റീഫണ്ട് ചെയ്യും, ഗ്രൗണ്ട് ഡൗണിലാണെന്ന് പറയും. പക്ഷേ ഞാൻ ഈ കാര്യം, അവരുടെ കാര്യം ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മുംബൈയിൽ നിന്ന് 12.5 ലക്ഷം രൂപയ്ക്ക് 5 ലക്ഷം രൂപയുടെ ഒരു ചാർട്ടർ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അന്ന് ഞാൻ അത്ര ഫിനാൻഷ്യലി വലിയ ഇതൊന്നുമല്ല, ഇപ്പോഴും അത്രമാത്രമൊന്നുമില്ല. എനിവേ, എന്നിട്ടും ഞാൻ അവിടുന്ന് ഹെലികോപ്റ്റർ കൊണ്ടുവന്ന് കൊടുത്ത് ഈ ചാർട്ടർ ഇത് ചെയ്യുകയാണ്. അപ്പോൾ എനിക്ക് എക്സിക്യൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഈ വട്ടിക്കോൾ ദീസ് ഷൂട്ടിംഗ് ഫുൾഫിൽ ചെയ്യുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ റോബിൻ്റെ അടുത്തോ സിജോയുടെ അടുത്തോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരു കോള് വന്നാൽ ഉറപ്പായിട്ടും ഷോബി എന്ന് പറയുള്ളൂ. മനസ്സിലായോ? അതങ്ങനെ പലയിടത്തും ഹെലികോപ്റ്റർ കൊണ്ടുവന്നു, വേറെ മുംബൈയിൽ നിന്ന് കൊണ്ടുവന്നു ഇൻസ്റ്റെഡ് ഓഫ് ബാംഗ്ലൂർ. ഞാൻ മുംബൈയിൽ നിന്ന് കൊണ്ടുവന്നു. അത് എക്സ്പെൻസീവ് ആയിരുന്നു, ഈവൻ ദോ ഞാനത് ഫുൾഫിൽ ചെയ്തിരുന്നു. കാരണം അത് അങ്ങനെ പലയിടത്തും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഒരു ചാർട്ടർ ക്യാൻസൽ ആയി കഴിഞ്ഞിട്ട് പേയ്മെൻറ്റ് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് അപ്ഗ്രേഡ് ചെയ്ത് കൊടുക്കുക. ഇവരെന്നെ ഇങ്ങനെയുള്ള കസ്റ്റമേഴ്സ് എനിക്ക് എന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, കൈ അയച്ചിട്ട് സഹായിച്ചിട്ടുണ്ട്. സഹായിക്കാന്ന് പറഞ്ഞാൽ ഫിനാൻസ് അല്ല, റെഫർ ചെയ്തിട്ടുണ്ട്. കറക്റ്റ്, റെഫറൻസ് ആണ് ഇതിൽ കൂടുതലും. റെഫറൻസ് ആണ് എനിക്ക് കൂടുതലും പറയുന്നത്. ഒരു ബിസിനസ്സുകാരനോട് നമ്മൾ സാധാരണ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എങ്ങനെയുണ്ട് ബിസിനസ്, എങ്ങനെയുണ്ട് കച്ചവടം എന്ന്. അപ്പോൾ ഏവിയേഷൻ ഇൻഡസ്ട്രിയിൽ ഹാലോസിനോട് അതേ ചോദ്യം ചോദിച്ചാൽ എന്ത് പറയും? എങ്ങനെയുണ്ട് പരിപാടികൾ, എങ്ങനെയുണ്ട്? വളരെ നന്നായിട്ട് പോകുന്നു. അതായത് ഒരു 70 to 90% ഗ്രോ ചെയ്യുന്നുണ്ട് എവറി ഇയർ കമ്പനി. എൻ്റെ പ്ലാൻ ഇങ്ങനെയാണ്, ശരിക്കും ഒരു 3-4 വർഷം കൊണ്ട് ചിലപ്പോൾ പബ്ലിക് ഇഷ്യൂ ചെയ്ത് ഇതിനെ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് കമ്പനിയാക്കി മാറ്റാൻ പറ്റുമെന്ന് എനിക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ട്. ഈ ലെവലിലാണ് ഞാനിപ്പോൾ പോകുന്നത്. സൂപ്പർ. ഇപ്പം ഡെയിലി വിമാനം പറക്കണോ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ? കാരണം വിമാനം പാർക്കിങ്ങിൽ കിടന്നു കഴിഞ്ഞാൽ അത്ര എക്സ്പെൻസ് ആണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതാണ് നമ്മുടെ ഇൻഡിഗോ ഒക്കെ നിർത്തിയിടാൻ സമ്മതിക്കില്ല എന്ന് കേട്ടിട്ടുണ്ട്. അല്ല, അത് പറഞ്ഞുകൊണ്ടിരിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർക്കിംഗ് ചാർജ് അല്ല, ഒരു എയർക്രാഫ്റ്റ് ഡൗൺ ആയി കഴിഞ്ഞു, ഒരു ഗൾഫ് സ്ട്രീം 200 ഒരു വലിയ ഒരു മീഡിയം ജെറ്റാണ്, അത് ഡൗൺ ആയി കഴിഞ്ഞാൽ ഒരു മാസം എന്താണെങ്കിലും അതിനൊരു എക്സ്പെൻസ് ഉണ്ട്. അതൊരു 50 lakh rupees വരും. ഇത്രമാത്രം കോസ്റ്റ് വരണുണ്ട്. അതുകൊണ്ട് ഏറ്റവും മാക്സിമം ഫ്ലൈ ചെയ്യിക്കാൻ ആളുകൾ വിചാരിക്കുകയുള്ളൂ, നോക്കുകയുള്ളൂ. അപ്പോൾ ആലോസിൻ്റെ ഫ്ലൈറ്റ് ഡെയിലി പറക്കുന്നുണ്ടോ? ഇപ്പം നമ്മൾ പറയുമ്പോൾ നമ്മൾ ഈ ഷോയിൽ കയറിയിരിക്കുമ്പോൾ നമ്മളുടെ ഫ്ലൈറ്റ് കോയമ്പത്തൂരിൽ നിന്ന് HAL പോയി, HAL നിന്ന് ഷംസാബാദിലേക്ക്, ഹൈദരാബാദിലേക്ക് മൂവ് ചെയ്യണം. ആ സമയത്താണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫുൾ ടൈം എയറിലായിരിക്കും, എയർബോൺ ആയിരിക്കണം? ഫുൾ ടൈം എയർബോൺ എന്ന് പറയാൻ പറ്റില്ല. ഡെയിലി എത്ര ഫ്ലൈറ്റ്സ് ചാർട്ട് ചെയ്യേണ്ടി വരും? ഡെയിലി ഒരെണ്ണം ചെയ്താൽ തന്നെ സാറ്റിസ്ഫൈഡ് ആണ്. അതായത് മന്ത്ലി ഒരു 20 numbers എങ്കിലും നമ്മൾക്ക് ചാർട്ടർ ഫ്ലൈറ്റ് അല്ലേ, ഇതുമാതിരി ഷെഡ്യൂൾ ഫ്ലൈറ്റ് അല്ലല്ലോ, ഒരു ലംസം എമൗണ്ട് ആണല്ലോ നമുക്ക് കിട്ടുന്നത്. 20 numbers എങ്കിലും ഒക്കെ 20 days ഒക്കെ എങ്കിലും ഇത് ഫ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മാനേജബിൾ ആണ്. സൂപ്പർ. ഹാലോസിന്റെ കസ്റ്റമേഴ്സ് ഏറ്റവും കൂടുതൽ എവിടെയായിരിക്കും നോക്കുകയാണെങ്കിൽ? എനിക്ക് കേരളത്തിൽ കസ്റ്റമേഴ്സ് കുറവാണ്. കേരളത്തിൽ ആരും തന്നെ യൂസ് ചെയ്തിട്ടില്ല. യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ ഇപ്പം ബാംഗ്ലൂരിൽ നിന്ന് വന്നിട്ട് എൻ്റെ ഒരു ഫ്ലൈറ്റ് കൊച്ചിയിൽ വന്ന് കൊച്ചിയിൽ നിന്ന് ട്രിവാൻഡ്രത്ത് പോകണമെങ്കിൽ ഒരു 12 ലക്ഷം രൂപയും പ്ലസ് GST ആയിരിക്കും വരുന്നത്. കൊച്ചിയിൽ നിന്ന് ട്രിവാൻഡ്രം വരെ HAL നിന്ന് കൊച്ചിയിൽ വരുന്നു, കൊച്ചിയിൽ നിന്ന് ട്രിവാൻഡ്രത്ത് പോകുന്നു. ഓക്കെ. പക്ഷേ ചില കമ്പനികൾ, എനിക്കറിയുന്ന കേരളത്തിൽ പോലും ചില മൂവ്മെൻറ്റുകൾക്ക് അതെനിക്കറിയാം, അതാരാണെന്നൊന്നും എന്താണെന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. ഹൈദരാബാദിൽ നിന്ന് ഒരു പ്രൊപ്പല്ലർ ടൈപ്പ് ഇതിനേക്കാൾ എത്രയോ കുറഞ്ഞ ഫ്ലൈറ്റ് 17 ലക്ഷം രൂപയ്ക്കൊക്കെ വന്ന് ഫ്ലൈ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ കൊച്ചിയിൽ നമ്മൾ എന്തായാലും ഇറങ്ങണം അല്ലേ? ഡയറക്റ്റ് പോകാൻ പറ്റില്ല? അല്ലല്ല, അയ്യോ അങ്ങനെയില്ല, ഡയറക്റ്റ് പോകാൻ പറ്റും. പക്ഷെ കൊച്ചിയിൽ നിന്നാണ് ഈ പാസഞ്ചറിന് ട്രിവാൻഡ്രത്തേക്ക് മൂവ് ചെയ്യേണ്ടതെന്ന് വിചാരിക്കും. പക്ഷെ നമ്മുടെ ഫ്ലൈറ്റ് വരുന്നത് HAL നിന്നാണ്. ആ എക്സ്പെൻസ് കൂടെ ആഡ് ആവും. അത് എവിടെയാണെങ്കിലും ആഡ് ആവും. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെയാണോ ബേസ് അവിടെ തൊട്ടുള്ള ചാർജ് ചെയ്യും. വി വിൽ ഹാവ് ടു ഗോ ബാക്ക് നോ. എനിക്കൊരു ആഗ്രഹം തീർക്കാൻ, ഒരു കോമൺ മാൻ ആസ് എ കോമൺ മാൻക്ക് ഫ്ലൈറ്റ് ചാർട്ട് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ ലീസ്റ്റ് എക്സ്പെൻസീവ് ഓപ്ഷൻ ഏതാണ്? എങ്ങോട്ട് പോകാൻ പറ്റും? ഹാലോസിനെ വിളിക്കാൻ പറ്റുമോ? എത്ര രൂപയ്ക്ക് പോകാൻ പറ്റും? നിങ്ങൾക്കൊരു 6 ലക്ഷം രൂപയെങ്കിലും വേണ്ടി വരും ബാംഗ്ലൂരിൽ നിന്ന് കൊച്ചി വന്ന് കൊച്ചിയിൽ നിന്ന് ബാംഗ്ലൂർക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പ് ആൻഡ് ഡൗൺ 6 ലക്ഷത്തിൽ പോയി വരാൻ പോയി വരാൻ പറ്റും.
അതാണ് അത് ഭയങ്കര കോസ്റ്റ്ലി അഫെയർ ഒന്നും അല്ല. അതാണ് ഏറ്റവും ലീസ്റ്റ് കോസ്റ്റ് ആഗ്രഹം തീർക്കാൻ അല്ലേ. അല്ലെങ്കിൽ നിങ്ങൾ ബാംഗ്ലൂരാണെങ്കിൽ ഞാൻ വേണമെങ്കിൽ അത് ശരിക്കും മൈസൂരിലേക്ക് നിങ്ങൾക്ക് ഒരു ചാർട്ടർ വരാം. ചാർട്ടർ നിങ്ങൾക്ക് എക്സ്ക്ലൂസീവായിട്ട് ഒരു ഫ്ലൈറ്റ് തരാൻ, തിരിച്ചു പോകുമ്പോഴേക്കും എനിക്കതൊരു 3-4 ലക്ഷം രൂപയൊക്കെ വരണുള്ളൂ. കാരണം ഷോർട്ട് ഡിസ്റ്റൻസ് ആണ്. 6 lakhs എനിക്ക് ബാംഗ്ലൂർ ടു കൊച്ചി പറക്കാം. ബാംഗ്ലൂർ ടു കൊച്ചി ആൻഡ് കൊച്ചി ടു ബാംഗ്ലൂർ. അപ്പോൾ കൊച്ചി വരെ വന്നാൽ മതി 3 lakhs പറ്റും? നോ, ഒരിക്കലും ഇല്ല. ഞങ്ങൾ ബേസ് ചാർജ് ചെയ്യണം. അത് ചെയ്തല്ലേ പറ്റൂ. തിരിച്ചും പോയിരിക്കണം. എത്ര വലിയ ഇൻഡസ്ട്രിയാണ് ഈ ഏവിയേഷൻ ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ? പ്രൈവറ്റ് ചാർട്ടർ ഫ്ലൈറ്റ് ഇൻഡസ്ട്രി, ഏവിയേഷൻ ഇന്ത്യയുടെ GDP ഗ്രോ ചെയ്യുന്നത് 6 to 7%, 7 to 7.5%. ഏവിയേഷൻ ഇൻഡസ്ട്രി ഗ്രോ ചെയ്യുന്നത് ഒരു 15%. നാളുകളായിട്ട് 15% കൂടുതൽ, അല്ലെങ്കിൽ 15% തൊട്ട് താഴെ ഇത് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുക. ഇൻഡസ്ട്രി വൈഡാണ്, വളരെ പോസിബിലിറ്റി ഉണ്ട്. അതായത് ഇപ്പോൾ 2030 ആകുമ്പോഴേക്കും ഇന്ത്യ നമ്മൾ ഈ എയർ ട്രാൻസ്പോർട്ടിൽ 3ാമതാവുമെന്ന് പറയണത്. ആരൊക്കെയാണോ ആദ്യം ഷെഡ്യൂൾ ഫ്ലൈറ്റിൽ പോകുന്നവർ, പിന്നീട് അവർ ബിസിനസ് ക്ലാസ്സിലേക്ക് വരുന്നു. ആ ബിസിനസ് ക്ലാസ്സിൽ പോകുന്നവർ ചാർട്ടർ ഫ്ലൈറ്റിലേക്ക് വരുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇൻഡസ്ട്രി ഈസ് വെരി പ്രോമിസിങ്. ഏവിയേഷൻ ഇൻഡസ്ട്രി ഈസ് വെരി പ്രോമിസിങ്, എക്സ്പെഷ്യലി ഇന്ത്യ. ഇൻ ഇന്ത്യ ഇപ്പം എനിക്കൊരു കാർ ഉണ്ടെങ്കിൽ അതിന് ചെയ്യേണ്ട കുറേ പരിപാടികളുണ്ടാവും. കഴുകണം, സർവീസിന് കൊടുക്കണം, അതിന് ഇൻഷുറൻസ് പുതുക്കണം. ഇങ്ങനൊരു വിമാനം ഉണ്ടെങ്കിൽ അത് ചെയ്തിരിക്കേണ്ട കാര്യങ്ങളുണ്ടോ? അത് മേജറായിട്ട് എയർവർത്തന സർട്ടിഫിക്കറ്റും ബാക്കിയുള്ള കാര്യങ്ങളുമാണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു വിമാനം ഉണ്ടെങ്കിൽ ഒരു ഏജൻസിയിലേക്ക് നിങ്ങൾക്ക് ആ വിമാനം അറ്റാച്ച് ചെയ്യാം. അപ്പം നമ്മളൊരു 4-5 ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞാൽ അവർ ഈ കാര്യങ്ങളെല്ലാം നോക്കിക്കോളും. ഇൻഷുറൻസ് ഒക്കെ അഡീഷണൽ വരും, ഫ്യൂവലിംഗ് ഒക്കെ വരും. എന്നാലും ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, കോർഡിനേഷൻസും ബാക്കി അതിൻ്റെ DGCയുടെ കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് പലപ്പോഴും പല കമ്പനികളും. ഇപ്പോൾ രവിപിള്ള സാർ ഒരു ഹെലികോപ്റ്റർ മേടിച്ചു കഴിഞ്ഞാൽ സാറിന് NSOP അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പനിയിൽ അറ്റാച്ച് ചെയ്യുകയാണ്. അവർ നോക്കും. അതിന് വേണ്ടിയിട്ട് ഒരു സർട്ടൻ എമൗണ്ട് മന്ത്ലി ചാർജ് ചെയ്യുന്നുണ്ട്. ചിലർ അതിന് വേണ്ടിയിട്ട് പൈലറ്റിനെയും കൊടുക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ NSOP മാത്രം, നോൺ ഷെഡ്യൂൾ ഓപ്പറേറ്റിംഗ്, ആ സപ്പോർട്ട് മാത്രം കൊടുക്കുന്നുണ്ടാവും. അങ്ങനെ ഇപ്പോൾ ചാൻസ് കിട്ടിയോണ്ട് ഞാൻ ചോദിക്കുകയാണ്, ഏവിയേഷൻ ഫ്യൂവലിൻ്റെ വില എത്രയാണ്? ഒരു ലിറ്റർ പെട്രോളിന് 105 രൂപ എന്ന് പറയുന്ന പോലെ ഹാർഡ്ലി ആ റേഞ്ചിലൊക്കെ ആയിരിക്കും നിൽക്കുന്നത്. ഒരു 100, 105, 110 ആയിരിക്കും. അതായിരിക്കും ഏവിയേഷൻ ഫ്യൂവൽ ഒരു ലിറ്ററിന് ആ കോസ്റ്റ്. അപ്പോൾ എക്സ്പെൻസീവ് എന്ന് പറയുന്നത് എന്താ? ഏറെ എക്സ്പെൻസീവ് അല്ല വെൻ വി കമ്പയർ വിത്ത് ദീസ് ഇതുമായിട്ട്. പക്ഷെ അത്രയും എമൗണ്ട് വേണ്ട, ക്വാണ്ടിറ്റി അടിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഇത് എക്സ്പെൻസീവ് ആവുന്നത്. ഓക്കെ. അപ്പോൾ ഈ ഇൻഡസ്ട്രിയിലേക്ക് ഇനി വരാൻ സ്കോപ്പ് ഉണ്ടോ? കേൾക്കുന്ന ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് സ്കോപ്പ് ഉണ്ട്. പക്ഷേ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു റിലയബിൾ സപ്പോർട്ട് ആവശ്യമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളിതൊരു ലേമാനാണ്. അപ്പോൾ നിങ്ങൾ വന്നു കഴിയുമ്പോൾ ശരിക്കും നിങ്ങൾ ഒരു വളരെ റിലയബിൾ ആയിട്ട് ഒരു കമ്പനിയായിട്ട് അസോസിയേറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങളുടെ ചാർട്ടറുകളൊക്കെ ലോസ് ആയിരിക്കും, ഉറപ്പാണ്. അപ്പം ശോഭി സാർ എങ്ങനെയാണ് ഒരു കോമൺ മാൻ ആയിട്ട് ഒരു IT ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആളാണ് ഇതിലേക്ക് കയറിയത്? ഞാൻ ആഡോക് ബേസിസിലായിരുന്നു ആദ്യം ചെയ്തിരുന്നത്. എനിക്ക് പക്ഷേ എപ്പോഴും സോഫ്റ്റ്വെയർ കമ്പനിയുടെ ബാക്കപ്പ് ഉണ്ട്. അപ്പോൾ പലപ്പോഴും ഈ ആദ്യം നമ്മൾ പറഞ്ഞില്ലേ വോയിസസിൻ്റെ എയർക്രാഫ്റ്റ് തരുന്നു എന്ന്. അപ്പോൾ നമ്മളുടെ ഒരു റിലയബിലിറ്റിയുടെ അല്ലെങ്കിൽ ക്രെഡിബിലിറ്റിയുടെ പാർട്ടായിട്ട് പലരും നമ്മളോട് വന്നിട്ട് എടുക്കൂ. ഇപ്പം ഞാൻ കാഡില ഫാർമസ്യൂട്ടിക്കൽസിൻ്റെ എയർക്രാഫ്റ്റാണ് ഫസ്റ്റ് ലീസ് ചെയ്യുന്നത്, ലോങ് ലീസ്. അപ്പോൾ അതിൽ ഒരു ക്യാപ്റ്റനെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഷോബിക്ക് വേണ്ടി ഫ്ലൈ ചെയ്തിട്ടുണ്ട്. വളരെ യങ്ങായിട്ടൊരു ക്യാപ്റ്റൻ അവരുടെ അക്കൗണ്ടബിൾ മാനേജറുടെ അടുത്ത് പറയുകയാണ്, അയാളുടെ CEO-യുടെ അടുത്ത് പറയുകയാണ്, എന്തുകൊണ്ട് നമുക്ക് ഷോബിനെ കൺസിഡർ ചെയ്തുകൂടാ? CEO എന്നോട് പറഞ്ഞു, ഞാൻ ഫോണിൽ വിളിക്കുന്നു. അപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു, ഞങ്ങൾക്ക് അങ്ങനെ ഇതൊന്നുമില്ല, എന്താണെങ്കിലും നീ വരൂ, നമുക്ക് സംസാരിക്കാം. ഈ സംസാരം കഴിഞ്ഞിട്ട് അയാൾ എനിക്ക് എയർക്രാഫ്റ്റ് തരണമെന്ന് മാത്രമല്ല, ഇപ്പം അയാൾ എൻ്റെ എന്ത് സംശയം കൊണ്ടും അല്ലെങ്കിൽ എൻ്റെ ഒരു മെൻറ്ററാണ്. നമ്മൾ അതുമാതിരി ഏവിയേഷൻ ഇൻഡസ്ട്രിയിൽ ഒരാൾക്ക് പേയ്മെൻറ്റ് കൊടുക്കുക, ക്രെഡിബിലിറ്റി മാക്സിമം, അതായത് കൊടുക്കാതിരിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ ഒരു ഇഷ്യൂ. ഈ ഫ്ലൈറ്റ്സ് അപ്പോൾ ഏത് കമ്പനീസിൻ്റെ ആയിരിക്കും സാർ റിലീസ് ചെയ്യുന്ന ഫ്ലൈറ്റ്സ്? ഹോക്കർ എന്ന് പറഞ്ഞാൽ ബീച്ച് ക്രാഫ്റ്റിൻ്റെതാണ്. ഇതും ബീച്ച് ക്രാഫ്റ്റിൻ്റെ തന്നെയായിരിക്കും. ഇന്ത്യൻ കമ്പനീസാണ്? അല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തുള്ള അവരെടുത്താണ് നമ്മൾ റിലീസ് ചെയ്യുന്നത്. അല്ല, അവർ ശരിക്കും ഏതെങ്കിലും NSOP കമ്പനികൾ ഇന്ത്യയിലേക്ക് വാങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ അവിടെ നിന്നായിരിക്കും നമ്മൾ എടുക്കുന്നത്. അത് വാങ്ങിക്കൊണ്ടുവരണതാണ്. ഓക്കെ. ഈ ലാസ്റ്റ് മിനിറ്റ് ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് പോകേണ്ട ആവശ്യം വന്നിട്ട് അവരെ കൃത്യസമയത്ത് എത്തിച്ച ഏതെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ ഫ്ലൈറ്റ് ചാർട്ട് ചെയ്ത്?
പിന്നെ തീർച്ചയായിട്ടും ഒരിക്കലും ശരിക്കും ചെന്നൈയിൽ നിന്ന് എനിക്കൊരു ലേഡി വിളിക്കുകയാണ്, ഒരു ചെറിയ പെങ്കൊച്ചാണെന്ന് തോന്നണം. അപ്പോൾ വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് പെട്ടെന്ന് ഒരു ചാർട്ടർ ഫ്ലൈറ്റ് വേണം. ഓക്കെ, ഞാൻ അതിന് വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുത്തില്ല. അപ്പോൾ വന്നിട്ട് അവൾ എന്നോട് പറയണു ശരിക്കും എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഒരു ഫ്ലൈറ്റ് മിസ്സായി. അപ്പോൾ ഞാൻ ഇച്ചിരി സീരിയസ് ആവുന്നു. ഞാനപ്പോൾ പറഞ്ഞു എന്താണെങ്കിലും ഫാദറിനൊന്ന് കണക്ട് ചെയ്യും, ഞാൻ സംസാരിക്കാം. അപ്പോൾ ഇത് അവിടുത്തെ ഒരു ടൊയോട്ട ഡീലറാണ്. അയാൾക്കാണെങ്കിൽ ഒരു ഇമ്പോർട്ടൻറ്റ് മീറ്റിംഗ് ഇവിടെ ബാംഗ്ലൂർ അറ്റൻഡ് ചെയ്തേ പറ്റും. പക്ഷേ നമ്മൾ ക്വിക്കായിട്ട് ഫ്ലൈറ്റ് ആക്ടിവേറ്റ് ചെയ്ത് കൊടുത്തു. 1.5 മണിക്കൂറിൽ ഫ്ലൈറ്റ് അവിടെ നിന്ന് പോന്നു. അയാളിപ്പോൾ എനിക്ക് ചെന്നൈയിൽ എൻ്റെ ഒരു വളരെ നല്ലൊരു ഫ്രണ്ടാണ്, സപ്പോർട്ടറാണ്. കേൾക്കുന്ന ഒരാൾക്ക് ഫ്ലൈറ്റ് ചാർട്ട് ചെയ്യണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ജസ്റ്റ് വിസിറ്റ് അവർ വെബ്സൈറ്റ്, കോൾ വിതിൻ 2 hours ഞങ്ങളുടെ ഫ്ലൈറ്റ് ചാർട്ട് അപ്പായിട്ടുണ്ടാവും. നമ്മൾ പറന്നിരിക്കും, എയർബോൺ ആയിരിക്കും. അപ്പോൾ ഹാലോസിന് ഒരുപാട് പേരെ എയർബോൺ ആക്കി പറപ്പിച്ച് കൃത്യസമയത്ത് എത്തിക്കാൻ പറ്റട്ടെ, ഫ്ലൈറ്റ് ചാർട്ട് ചെയ്ത്. താങ്ക് യു റാഫി. ഓൾ ദി ബെസ്റ്റ്. ബൈ. താങ്ക് യു.